അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ എനിക്കുള്ള സ്റ്റേഷനാണ്. എൻ്റെ അടുത്തേക്ക് ഈ കുട്ടി വന്നപ്പോൾ ഈ റൂഹാനി ഈ അസ്മാൻ്റെ പണി ചെയ്യുമ്പോൾ ഇല്ലാതെ കാണുമ്പോൾ ഓടണമായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഈ തലയിലേക്ക് തുണിയും കിട്ടും. അപ്പോഴേ ഈ താത്താ കൊച്ചാണെന്ന് മനസ്സിലായി. അതിൻ്റെ പുറത്തൊരു വലിയ ലഗേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ശൈലിയിൽ മനസ്സിലാകുന്നത് എവിടെയോ വാപ്പായോ ഉമ്മായോ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ചേർത്ത പെൺകുട്ടിയായിപ്പോ വരുന്നത്. ഇത് എത്ര അനുഭവം. ഇന്നലെ ഞാൻ പ്രസംഗിച്ചോടത്തിൽ വിഷമത്തോടുകൂടി എൻ്റെ സംഘാടകർ പറയുന്നു, ഉസ്താദ് ഇന്ന് നിക്കാഹ് നടക്കേണ്ട പെൺകുട്ടി, ഇന്ന് ഞായറാഴ്ച, ഇന്നാണ് അവിടെ നിക്കാഹ്. അവള് മിനിഞ്ഞാന്നത്തെ ദിവസം ഒരുത്തനോടൊപ്പം ചാടിപ്പോയി. ഇതൊക്കെ ഒരു മുസ്ലിയാരെ കൊണ്ട് നന്നാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കണേ. ഒരു തങ്ങളെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ? കമ്മിറ്റിനെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ? ഇതൊക്കെ നന്നാക്കാൻ മോളിൽ നിന്ന് നടപടി വരും. ആ നടപടി അപ്പൊ അമ്മ കണ്ടുകൊണ്ടിരിക്കണത്. ജനങ്ങളെ, ഞാൻ ഇതൊന്നും അല്ല പറയാനോട് ഉദ്ദേശിച്ചതും ഞാൻ ഓതിയതും അതല്ല, എന്നോട് പറയാൻ പറഞ്ഞതും അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നടപടി മോശം കൊണ്ട് ഈ ഭൂമുഖത്തിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകണം. ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നത്. പരിപൂർണമായും അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ സമുദായത്തിനുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അതാ ഞാൻ ഓതി ആയത്ത്. അത് തന്നെയാണ് ഇവിടുത്തെ ഈ പരിപാടിയും. ഈ പരിപാടി അത് തന്നെയാ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ പണിയെടുത്തിട്ട് കൂലി മേടിക്കാത്ത ആരെങ്കിലും ഈ പട്ടളയിലുണ്ടോ? അപ്പൊ ഇതിനകത്തിപ്പോ സർക്കാർ ജോലിക്കാരുണ്ടാവും. എൻ്റെ മുസ്ലിയാരെ, ഞാൻ സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളാ, എനിക്ക് ശമ്പളം വേണ്ട, അങ്ങനെ പറഞ്ഞൊരു സർക്കാർ ജോലിക്കാരനും കൂടെ ഉണ്ടോ? ആ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് സേവിക്കണ പണിയാണല്ലോ. ഇനിയിപ്പോ നിങ്ങൾ സർക്കാർ ജോലിയൊന്നും വേണ്ട. അതെ, ഇവിടെ ഇരിക്കണം നമ്മുടെ ഉസ്താദ്, നമ്മുടെ മഹല്ലിന്റെ ഇമാമാണ്. ആ മൂപ്പര് പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തുമായിട്ട് വന്നേക്കണത്, എനിക്ക് ശമ്പളം വേണ്ട. പറയോ? മാസം ഇപ്പൊ കാശ് കൊണ്ടുവരാൻ പറയും പ്രസിഡന്റിനോട്. ഇനി ഇവരെല്ലാവരും ഇവിടെ എന്നെ എടുക്ക്. ഇയാളിപ്പോ ഇവിടെ എല്ലാവരും സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി വന്നേക്കണ മൊയ്ലിയാരാണ്. ഇയാൾ ഇവിടെ പാടുപെട്ട് വന്നത് ഈ ജനങ്ങളെയൊക്കെ നന്നാക്കാൻ വേണ്ടി വന്നാണ്. ഇയാളിത് തികച്ചും ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അല്ല, കണ്ടോ, ഞാൻ കണക്കും കാര്യങ്ങളൊന്നും പറഞ്ഞ് വന്നതല്ലെങ്കിലും എൻ്റെ മനസ്സിന്റെ ഉള്ളിന്റെ അടിയിലുണ്ട്. എന്നാ ഇവര് ഇറങ്ങാൻ നേരത്തെ എന്തെങ്കിലും ഒരു അധികം തരുമായിരിക്കും. ഇനി അത് തന്നില്ല എന്നിരിക്കട്ടെ, ഞാൻ വല്ലതും പറയോ? ഇല്ല, പറയൂല്ലെങ്കിലും ട്രെയിനിങ്ങനെ പോകുമ്പോൾ ഉറങ്ങുമ്പോൾ കണ്ണുറക്കുമ്പോ ഒരു 10 രൂപ ഒരു നന്നില്ല അവന്മാരുടെ ഒടുക്കത്തെ അവൻ അതിങ്ങനെ തന്നെ മനസ്സിൽ വരും. അപ്പൊ ഞാൻ ചോദിക്കാം, എന്നാ ഇതൊക്കെ കാശിനാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഈ ഹയർ സ്റ്റേറ്റുകാർ വന്ന് പണിയെടുക്കുന്നുണ്ട്. എൻ്റെ റബ്ബേ, ഞാൻ വീട്ടിൽ പണിക്ക് വിളിക്കാറുണ്ട് അവരെ. 1000 രൂപ അവന്മാർക്ക് കൂലി. ഇവിടെ എത്രയാണെന്ന് പറ്റി എനിക്കറിയില്ല. വീടുമില്ല, കൂടുമില്ല, ചുമ്മാ പീഡിയത്തിൻ്റെയൊക്കെ കിടക്കണവനാ. അവനെ വിളിച്ചാൽ 1000 രൂപ. രാവിലെ ചായയും കടിയും കൊടുക്കണം, വൈകുന്നേരം ചായയും ഒരു ചെറിയ കടിയും കൊടുക്കണം, ഉച്ചക്കത്തെ ചോറ് മാത്രം കൊടുക്കണം. 1000 രൂപ. അവന് വീടുമില്ല, കൂടുമില്ല, ഒരു വിദ്യാഭ്യാസയോഗ്യതയില്ല, ഒന്നുമില്ല. അവന്റെ ശമ്പളത്തിന് മാസം 30,000 രൂപയോ? അല്ലെ, ശമ്പളത്തിനാണോ ഇവർ ജോലി ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ. ഈ മാസം 30,000 രൂപ ശമ്പളമുള്ള ഒരു മുസ്ലിയാരെ നമുക്ക് ദുനിയാവി കാണിച്ചു തരാമോ? അപ്പൊ ഇതൊരു ശമ്പളമല്ല ഈ പറഞ്ഞത്. എന്നിട്ട് വാങ്ങിക്കാണ്ടിരിക്കണ്ടോ? ഇത് വാങ്ങാത്തവരാരും ഈ ഭൂമുഖത്തില്ല. നമുക്ക് നോക്കിയാൽ കിട്ടൂല്ലെങ്കിൽ 23 വർഷക്കാലത്തെ ത്യാഗോജ്ജലമാകുന്ന ദീനി ദഅവത്ത് ചെയ്ത അഷ്റഫുൽ ഖൽഖ് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടിട്ട് ഈ സമുദായത്തിനോട് ഓതി കേൾപ്പിച്ചു, നബിയെ, ഇത്രയും ത്യാഗത്തിന്റെ ഒരു അമൽ, ഇത്രയും വലിയ ത്യാഗം തങ്ങളല്ലാണ്ട് വേറെ ഒരു നബിയും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളിപ്പോ മൂസാ നബീനെയൊക്കെ കൂടെ താരതമ്യപ്പെടുത്തും, ഇബ്രാഹിം നബീനെയൊക്കെ. എടാ, ഇവിടെ തൂമ്പം പിടിച്ചോണ്ട് ഈ തെങ്ങിന്റെ ഓട്ടിൽ നിന്ന് കളക്കല് വലിയ ഭാരമുള്ള പണിയൊന്നും അല്ല ഇത്. ആ സ്ഥാനത്ത് വിവരമുള്ളവൻ വർത്താനം പറയണവനോട് മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് നബിത്തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. സാഹിത്യ സാമ്രാട്ടുകളുടെ ഇടയിലേക്കാണ് നിരക്ഷര കുറിച്ചായ നബി അങ്ങ് ഇറങ്ങിച്ചെന്നത്. ആ ഇറങ്ങിച്ചെന്ന വർഗത്തിന്റെ സാഹിത്യത്തിൽ മുങ്ങി നിൽക്കുന്ന വർഗത്തിനെ കൊണ്ട് അള്ളാഹുവിലേക്ക് വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാ ചെയ്തത്. അതാണ് ഏറ്റവും വലിയ ത്യാഗം. ആ ത്യാഗം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വരെ വിടേണ്ടി വന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ മക്കളൊക്കെ കേൾക്കണതൊക്കെ വേറെ. നിങ്ങളുടെ നബി എന്ത് നബിയാ, നാട്ടിൽ നിന്ന് സ്വന്തം ജനങ്ങൾ ആട്ടി ഓടിച്ച നബിയല്ലേ എന്നൊക്കെ.
ഇതൊക്കെ നിങ്ങളുടെയൊക്കെ പോക്കറ്റ് കിടക്കണ ഇതിനകത്തുണ്ടാവും. നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് 4 തോണ്ടി കഴിഞ്ഞാൽ പാവം പ്രസംഗം അതിനകത്ത് ഇട്ട്. എൻ്റെ വന്നാര ഹബീബെ അതിപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞിട്ടില്ല, ഇത് ഞാൻ ഒരു ഇപ്പം ഈ ചങ്ങാതി ഇവിടെ പിടിച്ചോണ്ടിരിക്കണം, എനിക്കൊരു ബന്ധമില്ല ഇതുവരെ. എവിടെ ചെന്നാലും ഇതുപോലെ കോരി വയ്ക്കും, അവർ പിടിക്കും, അവർ പിടിച്ചോണ്ട് പോയിട്ട് അവരതിൻ്റെ മുകളിൽ എഴുതും ബാവാ മുസ്ലിയാർ തല കുത്തിച്ചിരിപ്പിക്കുന്ന പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും. അവരുടെ കച്ചവടം നടക്കാനാണ്. നിങ്ങളത് വലിയ എന്നാൽ ചിരിക്കാമല്ലോ എന്നൊരു തുറന്നു നോക്കുമ്പോൾ തലകുത്തലും ഇല്ല, കാലുകുത്തലും ഇല്ല. ഇതായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല എന്ന് പറയാണ്. അപ്പം അതിനകത്ത് നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളൊക്കെ കേൾക്കുന്ന എന്താ, എടാ നിങ്ങളുടെ നബി സ്വന്തം നാട്ടിലെ ജനങ്ങൾ ആട്ടി ഓടിച്ച നബിയല്ലേ, ആ നബിക്ക് നാട്ടിലിരിക്കാൻ പറ്റുമോ? സത്യം അങ്ങനെയാണോ? തങ്ങളെ അനുഭവിച്ച വേദനകൾ തിരിച്ചു നോക്കി. നേർക്ക് നേരെ വഴിയങ്ങ് പറഞ്ഞു കൊടുത്തു, ഇന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോ, ഇന്ന വഴിക്ക് അങ്ങ് സഞ്ചരിച്ചോ. അല്ലാണ്ട് ആളുകൾ ആട്ടി ഓടിച്ചിട്ട് ഓടിപ്പോയതാണോ? ഇവിടെ ദഅവത്ത് നടക്കാൻ നോക്കുമ്പോൾ ഇവിടെ ദഅവത്തിന്റെ വേര് പിടിക്കുന്നില്ല. അപ്പൊ അള്ളാന്റെ ഭാഗത്തുനിന്ന് വഹി വന്നു, നേരെ ഒരു 10-400 കിലോമീറ്റർ അപ്പുറത്തേക്കല്ലേ, അവിടെ ചെന്ന് നടത്ത്. അവിടെ ചെന്ന് 10-ാം വർഷം ചിന്തിച്ചു നോക്കി, എന്തിനും കൊള്ളാവുന്ന 1.25 ലക്ഷം അണികളുമായിട്ട് മക്കത്തേക്ക് അങ്ങ് വന്നിറങ്ങും. നിങ്ങളിതൊന്ന് ചിന്തിക്കണത്, ഒരു നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ഒരു വ്യക്തി സർവശക്തിയുമായിട്ട് തിരിച്ചാ നാട്ടിലേക്ക് വന്നാൽ ഈ ഓടിച്ചവരെ പിടിച്ച് കശാപ്പിയില്ലേ? ഓടിച്ച നാട്ടിലുള്ള ആളുകളുടെ സമ്പത്ത് പിടിച്ചെടുക്കൂലേ? എന്തിനും കൊള്ളാവുന്ന 1.25 ലക്ഷത്തിനോടൊപ്പം വന്ന അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി മക്കയിലുള്ള ഒരു മനുഷ്യനെ നുള്ളി പറിച്ചോടെ അങ്ങതി. മക്കയിലുള്ള ഒരു കൂരയുടെ ഓല ഇളക്കിയോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും? അപ്പൊ ഇതൊന്നും ഓടിച്ചതല്ല, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു അറിയിച്ചനുസരിച്ച് നീങ്ങിയത. ഇതെല്ലാം തങ്ങൾ അനുഭവിച്ചു. ഈ അനുഭവിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ തങ്ങളുടെ സമുദായത്തിനോട് പറ, ഞാൻ ഇതൊക്കെ ചെയ്തു തന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഈന്തപ്പനത്തോട്ടം എനിക്ക് എഴുതി തരണ്ട, നിങ്ങൾ എനിക്ക് കൊട്ടാരം പണിത് തരണ്ട, നിങ്ങളുടെ പെൺകുട്ടികൾ എനിക്ക് വിവാഹം ചെയ്തു തരണ്ട. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നബിയെ ജനത്തിനോട് പറ, അങ്ങയുടെ കുടുംബത്തിനോടുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും നിലനിർത്തണമെന്ന് പറ. അതാണ് തങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതിഫലം. ഇത് പരിശുദ്ധ ഖുർആനാണ്, വേറെ ഒന്നും വേണ്ട. എൻ്റെ കുടുംബത്തെ നിങ്ങൾ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, അംഗീകരിക്കണം. തറക്തു ഫീക്കും സഖലൈൻ, 2 നിധികൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഇവിടെ സ്റ്റേജിലും ആലിമീങ്ങളുണ്ട്, സദസ്സിലും ആലിമീങ്ങളുണ്ട്. 2 നിധികൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഒന്ന് കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. അതിനകത്ത് ഹിദായത്തുണ്ട്, വെളിച്ചമുണ്ട്. അത് അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിച്ചുകൊള്ളണേ. രണ്ടാമത്തത് വാഹിദ് ബൈത്തി, രണ്ടാമത്തെ എൻ്റെ കുടുംബമാണ്. അതേ സഹീഹ് മുസ്ലിമിന്റെ ഹദീസ് എടുത്ത് നോക്കി കാണാം, ഉദ്കുറുല്ലാഹി ഫി അഹ്ലി ബൈത്തി, ഉദ്കുറുല്ലാഹി ഫി അഹ്ലി ബൈത്തി. ഒരു പ്രാവശ്യം വന്നിട്ട് നിർത്തിയില്ല അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ അല്ലാഹുവിനോടുള്ള ദിക്ർ എൻ്റെ അഹ്ലി ബൈത്തിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ നിലനിർത്തണേ. നിങ്ങൾ അല്ലാഹ്ക്ക് ദിക്ർ ചെയ്യുന്ന എൻ്റെ കുടുംബത്തിലൂടെ ആവണ്ടേ, എൻ്റെ കുടുംബത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടിട്ടാകണേ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. ഇതെന്താടാ ഉപയോഗിക്കുന്നത്? ഇത് മുഹ്യിദ്ദീൻ ശൈഖ് നമുക്ക് ചൊല്ലി പഠിപ്പിച്ചത്. അതിന് ഇതെന്തിനാടാ ഇപ്പം നമ്മളെടുക്കുന്നത്? ഉദ്കുറുല്ലാഹി ഫി അഹ്ലി ബൈത്തി. എൻ്റെ കുടുംബ ബന്ധത്തിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ നിങ്ങൾ അല്ലാഹുവിന് ദിക്റിയല്ലേ? ദിക്റില്ലാഞ്ഞിട്ടാണോ ഇത്? എന്റെ കുടുംബം ഏതുപോലെയാണെന്നോ, ഇന്ന മസല അഹ്ലു ബൈത്തി കമസലി സഫീനത്തി നൂഹിൻ നബിയുനാ റസൂലുള്ളാഹി. എന്റെ കുടുംബം എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. അത് ഈ സമുദായത്തിന്റെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? ലോക അവസാനം വരെ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതിനകത്തൊരാൾ കയറിയാൽ ഫഹുവ നജാ, അയാൾ രക്ഷപ്പെട്ടു. ഒമൻ തഅഖറ അൻഹാ ഫഹുവ ഹലക.
ആ കപ്പലിനെ ആര് അവമതിക്കുന്നു, അവഗണിക്കുന്നു, അയാൾ പരാജയപ്പെട്ടു. ഇത് തന്നെയാണ് എൻ്റെ അഹ്ലു ബൈത്ത്. എൻ്റെ കുടുംബത്തിനെ ആരാദരിക്കുന്നു രക്ഷപ്പെടും. എൻ്റെ കുടുംബത്തിനെ ആരാണോ നിന്ദിക്കുന്നത് അവരപകടപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനോടുള്ള ആദരവാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കുത്തുബ്. എനിക്ക് കറാമത്തും ഇസ്തിദ്റാജും മുഅ്ജിസത്തും ഒക്കെ പറയാനൊക്കെ അറിയും. ഞാൻ ഈ ഔലിയാക്കന്മാരെന്നുള്ളൊരു പോയിന്റിനകത്ത് പറഞ്ഞപ്പോൾ ഈ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രധാനം അവരുടെ നേതാവാണല്ലോ ഇപ്പൊ ഇത്. എന്തുകൊണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ? എന്റെ പൊന്ന് സഹോദരന്മാരെ സഹോദരൻ, നമ്മളതൊക്കെ നിഷ്പക്ഷം. ഞാൻ ലണ്ടനിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും. ഈ ഇരിക്കുന്ന അമീതാജിയാണ് എന്നെ നമ്മുടെ പറപ്പാട് മക്കാമിലേ അമീതാജി എന്നെ പല പ്രാവശ്യം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഈ സ്റ്റേജിൽ കയറ്റി ഇതൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് പലതും. മൂപ്പരാണ് എന്നോട് കൊണ്ടുവന്നത്. അള്ളാഹു ഇസ്സത്തോടുള്ള ദീർഘായുസ്സോടത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ വലിയ പ്രവർത്തനം നാട് ദീനിന് വേണ്ടി ചെയ്യുന്ന ആളാണ്. ഞാനവിടെ ചെന്ന് സ്വയം ബോധ്യപ്പെട്ടതാണ് എനിക്ക് കേട്ടോ, അല്ലാണ്ട് എന്നോടാരും പറഞ്ഞൊന്നുമല്ല. അപ്പൊ ഈ പറപ്പാടി മക്കാൽമിലുള്ള ഈ പിന്നെ ഹാജിയാര് അമീതാജി എന്നെ ഇത് ബുക്ക് ചെയ്ത് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറയുന്ന വിഷയം ഇതാണ്. ഞാൻ നിങ്ങളോട് നിഷ്പക്ഷമായിട്ട് ചോദിക്കുക, ഞാൻ പറയുന്നതിന് എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ലണ്ടനിൽ നിന്ന് വന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട്. ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിച്ചാലും ഫോൺ നമ്പർ കിട്ടും. ഞാൻ അടിസ്ഥാനപരമായി വ്യക്തമായ രേഖകളും തെളിവുകളും ഇല്ലാത്ത ഒരു കാര്യവും നിങ്ങളോട് പറയണില്ല. അത് വളരെ ശ്രദ്ധിച്ചോളണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കാനുള്ള നല്ല മനസ്സ് അത് വിനയുള്ളവർക്ക് പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, ഈ സമുദായത്തിലെ മെമ്പർമാരെന്ന് പറയുന്ന ഇത്തിരി ബുദ്ധി കൂടിയ ആളുകൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, എടാവേ എന്തിനാണ് ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് ഇങ്ങനെ ആചരിക്കുകയൊക്കെ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആണ്ട് നമ്മൾ ചെയ്യുന്നു. ആട്ടെ പോട്ടെ, നിങ്ങൾ റബീഉൽ അവ്വൽ 12 അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിന് അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖ് നിങ്ങൾ റബീഉൽ ആഖിറിൽ കയറി പിടിക്കണെന്തിനാ? ആ മനുഷ്യർക്ക് എന്താ ഇത്ര വലിയ പരിഗണന കാര്യങ്ങളൊക്കെ? നബി റസൂലുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് പ്രവാചകൻ. നിങ്ങൾ ആദ്യം നബിയുടെ ആണ്ട് എടുത്തുകൂടെ? ഞങ്ങൾ അതിനകത്ത് കൂടാൻ തയ്യാറാണ്. നമ്മുടെ മക്കളെ അന്തം വിട്ട് നിൽക്കുക ഈ ചോദ്യം കേൾക്കുമ്പോൾ. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ആടിനെ നേർച്ചയാക്കുന്നുണ്ട്, അറക്കണമുണ്ട്, റാത്തീബ് കഴിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ മക്കൾ അന്തം വിട്ടിരിക്കുകയാണ്. എടാ ഇത് ശരിയാണല്ലോ ഇവൻ പറയണത്. ഇതെല്ലാം ഇങ്ങനെ തന്നെ. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? ഈ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കേൾക്കണതൊക്കെ ശരിയായിട്ട് തോന്നും. ഇപ്പൊ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ എവിടെയാണ്? സമുദായത്തിലാണ്. എന്താ സമുദായത്തിലായത്? മറ്റൊരു മതവിശ്വാസികളെയും ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും കൈകാര്യം ചെയ്യണില്ല. അവർ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ നബി നാട്ടുകാർ ഓടിച്ചു വിട്ടില്ലേ? നമുക്ക് മറുപടി പറയാനുണ്ടോ? ഇല്ല, അറിയില്ല. നിങ്ങളുടെ നബി 11ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടിയതല്ലേ? നമുക്ക് മറുപടി അറിയില്ല. ഇവിടെ നിങ്ങളുടെ ഖുർആൻ എന്ത് ഖുർആനാടാ? അതിനകത്തല്ലേ പറയണത് മുസ്ലിം അല്ലാത്ത ആളെ കാണോടത്ത് വെച്ച് കൊല്ലണം. ഇതെന്ത് ഖുർആനാടാ? വീട്ടിൽ വന്നിട്ട് നമ്മുടെ മക്കളെ അറിവ് പരിഭാഷ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ഇയാൾ പറഞ്ഞ ആയത്തും റെഡിയാണ്, അതിന്റെ അർത്ഥവും റെഡിയാണ്, ഞാൻ എക്സ് മുസ്ലിമാണ്. അഭിമാനത്തോടെ പോണേ. നിങ്ങളുടെ ഒരു എക്സ് ക്രിസ്ത്യാനി ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു തരാമോ? ഒരു എക്സ് ഹിന്ദുവായ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു തരാമോ? എത്രയോ എക്സ് മുസ്ലിങ്ങളാണ്. മറുപടി പറയാൻ അറിയില്ല. ഇതിനൊക്കെ മറുപടി പറയാവുന്ന സംവിധാനം നമുക്കിവിടെ ഉണ്ട്. അതിലേക്ക് നമ്മുടെ തലമുറയെ നമ്മൾ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. ഇത് അതിൽപ്പെട്ട ഒരു പോയിന്റ്. ഞാൻ ഇപ്പൊ എല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു പോയിന്റ് ഇത്. എടാ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് എന്തിനാടാ? നബിമാരുടെ ആണ്ടല്ലേ നടത്തണത്. ആദം നബിയുടെ ആണ്ട് അടുത്ത് ഞങ്ങൾ കൂടാം. ഇത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹി സ്വലാം. നൂഹ് നബിയുടെ ആണ്ട് അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ തെരഞ്ഞെടുത്ത നബിയാണ് സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം. മൂസാ നബിയുടെ ആണ്ട് അടുത്ത് പടച്ചതമ്പുരാൻ ഖലീൽ എന്ന് വിശേഷിപ്പിച്ച നബിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ഇബ്രാഹിം നബിയുടെ ആണ്ട് അടുത്ത് അല്ലാഹു റൂഹ് എന്ന് വിശേഷിപ്പിച്ച, എന്റെ റൂഹ് എന്ന് വിശേഷിപ്പിച്ച നബിയാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാം. ഈസാ നബിയുടെ ആണ്ട് അടുത്ത് നിങ്ങൾ ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കാട്ടിലേക്കുകളാ. നമ്മുടെ മക്കൾക്ക് മറുപടി ഉണ്ടോ? ഇനി വേണ്ട, നബിമാര് വേണ്ട, അത് പോട്ടെ. നബിമാർക്ക് ശേഷം ആർക്കാടാ പവർ കൂടുതൽ? സഹാബാക്കൾക്കല്ലേ.
ഇടാ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അങ്ങടെ ആണ്ട് കടത്ത് നമ്മളിതിനകത്ത് കൂടാ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് കടത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആണ്ട് നടത്ത്, അലിയാർ തങ്ങളുടെ ആണ്ട് കടത്ത് ഞങ്ങൾ കൂടാം. നിങ്ങൾ ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പിടിക്കണെന്തിനാ? മറുപടിയില്ല. ആ മറുപടിയാണ് ഞാൻ നേരത്തെ ഓതി ഹദീസ്. ഉദ്കുറുല്ലാഹ ഫി അഹ്ലി ബൈത്തി. സലാത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഏതാ? ശ്രദ്ധിച്ചോളൂ. ഇത് സലാത്തിൽ ഏറ്റവും പവറുള്ള സലാത്ത് ഏതാണ്? ഇബ്രാഹിമി സലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ ആ സലാത്താ ചൊല്ലേണ്ടത്. ഇവിടെ വാപ്പാടെ ഉമ്മാടെയും മയ്യത്ത് കൊണ്ടെന്ന് കൊണ്ട് വച്ചു കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതി കയ്യം കഴിച്ചു കെട്ടിയാൽ ഈ സലാത്താ ചൊല്ലേണ്ടത്. എന്തപ്പ ആ സലാത്തിനകത്ത് ഇത്ര വലിയ കനവിരിക്കണത്? ഞാൻ ഒന്നും കാണുന്നില്ല അതിനകത്ത് എന്തെന്നാന്നേ ഉള്ളത്. ഇത്രേ ഉള്ളൂ. നേർക്കേറെ കേട്ടോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ നീ നബി തങ്ങൾക്ക് ഗുണം ചെയ്യ് റബ്ബേ, തങ്ങളുടെ കുടുംബത്തിനും ഗുണം ചെയ്യ് റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഗുണം ചെയ്തതുപോലെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് ഗുണം ചെയ്തതുപോലെ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. റബ്ബേ നബി തങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യ് റബ്ബേ, നബി തങ്ങളുടെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യ് റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബർക്കത്ത് ചെയ്തതുപോലെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്തതുപോലെ. ഇതെന്താണ് ഇവിടെ ഇബ്രാഹിം നബിയെ മാത്രം കയറ്റി വെച്ചേക്കണേ? ഇബ്രാഹിം നബിനേക്കാൾ പവറില്ലേ? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ നബിയൊക്കെ അവർക്കൊന്നും അല്ലാഹു തആല ഗുണം ചെയ്തില്ലേ? ആദ്യത്തെ പ്രവാചകനാണ് ആദം നബിക്ക് ഗുണം ചെയ്തതുപോലെ പറയാൻ പാടില്ലേ? ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഗുണം ചെയ്തതുപോലെ പറയാൻ പാടില്ലേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത നബീനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ പാടില്ലേ? ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറകത അലാ ഈസാ അലൈഹി സ്വലാം പറയാൻ പാടില്ലേ? എന്താണ് ഈ നബിമാരെ ഒന്നും പറയാതെ അവിടെ ഇബ്രാഹിം നബിനെ മാത്രം കയറ്റി പറഞ്ഞ എന്തുകൊണ്ടിട്ടാണ്? പരിശുദ്ധ ഖുർആൻ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചോൻ പറഞ്ഞു വത്തഖദു മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ആദം നബിയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനല്ല പറഞ്ഞത്, മൂസാ നബിയുടെ ശരീഅത്തനുസരിച്ചല്ല. ഒരു നബിയുടെ ശേഷം വന്ന നബി തങ്ങൾക്ക് തൊട്ടുമ്പോൾ ഈസാ നബിയല്ലേ. ഈസാ നബി കൊടുത്തതിന്റെ തുടർച്ചയായിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഈസാ നബിയുടെ ശരീഅത്ത് നോക്കി അതുമല്ല പറഞ്ഞത്. മഹാനായ ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് തങ്ങൾ ജീവിക്കുന്ന നബിയെ. ആ നബി തങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹുവ ജദ്ദി, എന്റെ വെല്ലുപ്പയാണെന്ന് നബീന റസൂലുള്ളാഹി. ഇവിടെയാണ് പവർ, ഇവിടെയാ പവർ. മനസ്സിലായോ? ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളുടെ വാപ്പ, അവരുടെ വാപ്പ, അവരുടെ വാപ്പ, അങ്ങനെ നബിത്തങ്ങളുടെ പിതാവിന്റെ വാപ്പാമാര് മുകളിലേക്ക് അങ്ങ് എണ്ണിയാൽ, നബിത്തങ്ങളുടെ ഉമ്മാടെ വാപ്പ, അവരുടെ വാപ്പ, അങ്ങനെ വാപ്പാമാരെ ഈ വശത്തൂടെ അങ്ങോട്ട് മുകളിലേക്ക് എണ്ണിയാൽ മുകളിൽ ചെന്ന് മുട്ടുന്ന പ്രവാചകന്മാരുടെ ഏക കണ്ണിയാണ് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വല്യുപ്പായാണ്. മദ്രസയിലൊക്കെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പാമാരുടെ പേരൊന്നും പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ തന്നെ നബിയുടെ പവറിലാണ്. ഇത് മദീനയില് ഇപ്പൊ അവിടെ വർക്ക് എടുക്കുന്നുണ്ടൊക്കെ മാറ്റിയിട്ടിരിക്കുക, അടച്ചിട്ടിരിക്കുക. ഞാൻ അള്ളാഹുവിന്റെ അതിഥികളുമായിട്ട് യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ കയറി മ്യൂസിയം കാണിച്ചു കൊടുക്കാറുണ്ട്. അവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ മരത്തിന്റെ ഇലകൾ, ഇങ്ങനെ ഒരു മരം വരച്ചിട്ട് രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്ന് ഇങ്ങനെ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, ഖുസൈ കിലാവെന്നും ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇവിടെ ഇങ്ങനെ വഹബ് കിലാവ് മുറത്ത് ഇങ്ങനെ അങ്ങനെ പോകും. ഇങ്ങനെ നേരെ പോയിട്ട് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. ഇങ്ങനെ തങ്ങളുടെ പവറാണ്. നിങ്ങളിപ്പോ എന്നോടൊരാൾ ചോദിക്കുകയാണ്, ബാവാ മുസ്ലിയാരെ, ഇവിടെ വാപ്പാടെ പേരെന്നാ? എൻ്റെ വാപ്പാടെ പേര് മുഹമ്മദ്. ശരി, റസൂലുള്ളാഹിയുടെ പേരാണല്ലോ. അതെ. നിങ്ങളുടെ വാപ്പാടെ പേരെന്നാ? എന്ന് പറഞ്ഞാൽ എൻ്റെ വെല്ലുപ്പാടെ പേരില്ല അല്ലേ? എൻ്റെ വെല്ലുപ്പാന്റെ പേര് ബാവാന്നാണ്. ആ പേരാണ് എൻ്റെ വാപ്പ എനിക്കിട്ടത്. നമ്മുടെ വെല്ലുപ്പാടെ പേര് ബാവാന്നാണ്. അതെ. ആ വെല്ലുപ്പാടെ വാപ്പാടെ പേരെന്നാ? ജഗന്നൂടെ പിരാന്താണോ? ഞാൻ അയാളോട് പിന്നെ ചോദിക്കുന്ന ചോദ്യം അതാ, ഇയാൾക്ക് പിരാന്താണോ എന്ന് ചോദിക്കും. ഈ ഇരിക്കണ ഒറ്റ മാന്യന്മാർക്കും പറയാൻ കിട്ടൂല. ഒരു 3 വെല്ലുപ്പാനെ പറയുമായിരിക്കും, അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റുമോ? അസാനത്ത് അഷ്റഫുൽ ഖൽഖി നബീന റസൂലുള്ളാഹി.
നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഒട്ടിക്കുക, ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടിട്ടാണ് ഈ സലാത്തിന് പവർ വന്നത്? അവിടെ നബിത്തങ്ങളുടെ കുടുംബത്തിനെ അങ്ങോട്ട് കയറ്റിവെച്ചു. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിനകത്ത് കയറ്റി വെച്ചതുകൊണ്ട് ആ സലാത്തിന് ഇബ്രാഹിമി സലാത്ത് എന്ന് പവർ വന്നു. ആ സലാത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സലാത്തുമായി. റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്തിട്ടിരുന്നിട്ട് ആ തഹിയ്യത്തും അതുപോലെ ആ ദുആയും ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ സലാത്ത് നിങ്ങൾ കയറ്റിക്കൊള്ളണമെന്ന് നിയമം വന്നു. അത് നബിത്തങ്ങളുടെ കുടുംബത്തിനോട് കൊടുത്ത പരിഗണനയാണ്. ഇനി നബിത്തങ്ങളുടെ മക്കളെ താഴ്ത്തേക്ക് എടുക്കുക. തങ്ങളുടെ കുടുംബം എവിടെ നിന്നാണ് നിലനിൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം പെൺകുട്ടിയിൽ നിന്നിട്ടാണ്. സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സുഹ്റ അവരിൽ നിന്നിട്ടാണ് നബി തങ്ങളുടെ കുടുംബം ഇവിടെ നിലനിൽക്കുന്നത്. ആ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങോട്ട് എണ്ണിയാൽ ഒരു നിലയ്ക്കും ചിതറിപ്പോകാതെ നേർക്ക് നേരെ വന്ന് മുട്ടുന്ന ഏക വലിയന്റെ പേരാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാനെ കൊണ്ട് മുകളിലേക്ക് എണ്ണിയാൽ 13ാമത്തെ വാപ്പായാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഇവിടുന്ന് ഉമ്മാനെ എടുക്കുക. ഫാത്തിമ എന്നാണ് ഉമ്മാടെ പേര്. അബ്ദുള്ള സൗമായി ആണ് ഫാത്തിമയുടെ വാപ്പ. ആ വാപ്പാനെങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയാൽ നേർക്ക് നേരെ പോയി മുട്ടുന്ന 13ാമത്തെ വാപ്പായാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ മുകളിലേക്ക് എണ്ണിയാൽ പിതാക്കന്മാര് പോയി മുട്ടുന്നത് ഇബ്രാഹിം നബിയിലേക്ക് മുട്ടിയതുപോലെ താഴത്തേക്ക് മക്കളെ എടുക്കുമ്പോൾ ആ മക്കളുടെ പരമ്പരയിൽ എങ്ങും ചിതറാതെ നേർക്ക് നേരെ മുട്ടുന്ന ഏക മകൻ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആയതുകൊണ്ട് ഇബ്രാഹിം നബിയെ സമുദായത്തിനോട് അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ അതേ ശൈലിയിലുള്ള സവിശേഷതയുള്ള ഗൗസുൽ ആദമിനെ സമുദായം എടുത്ത് ആദരിക്കുന്നു. എന്തിന്റെ പേരിൽ? അഹ്ലു ബൈത്തിനെ ആദരിച്ചതിന്റെ പേരിൽ. അഹ്ലു ബൈത്തിനെ ആദരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ. വമാ കാനല്ലാഹു യുഅദ്ദിബുഹും അൻത ഫീഹിം, നിങ്ങൾ നബിത്തങ്ങളുണ്ടോ എന്നാ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. തങ്ങളെ ആട്ടിയതാടാവുകയും കുഴപ്പത്തിന്റെ ഒക്കെ കാരണം എന്ത് മൊയ്യദ്ദേശ എന്ത് ആരാട്ടി എന്ത് കോപ്പ് പണ്ടാറോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. എന്നാ പിടിച്ചോടാന്ന് പറഞ്ഞു. കല്യാണം നടത്തും. കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ വാതിക്കൽ വെച്ച് നബിത്തങ്ങളുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചവിട്ടും കൊടുക്കും, മുഖത്തേക്ക് ഒരു തുപ്പും കൊടുക്കും. എന്നാ പിടിച്ചോടാന്ന് പറഞ്ഞു. നിന്റെ മോളെ നന്നാക്കണേ പണി നമ്മുടെ അടുത്തുള്ളതല്ല. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ നേരെയാക്കണ പണി നമ്മുടെ അടുത്തില്ല. ഇത് നേരിക്കേറെ റബ്ബിന്റെ പടത്തിലുള്ള പ്രഖ്യാപനമാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മക്കളെ കൊണ്ടിട്ട് മാതാപിതാക്കൾക്ക് ദുരിത 90% മിണ്ടാത്തെന്താന്ന് വെച്ചാൽ ആൾക്കാരെ അറിയണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. മക്കളെ കൊണ്ടോ മരുമക്കളെ കൊണ്ടോ വിഷമിക്കുന്ന, അസ്വസ്ഥത പിടിപ്പിക്കുന്ന, വിഷമിക്കുന്ന, വേദനിക്കുന്ന പിതാക്കന്മാര് മാതാക്കള് ഈ മജ്ലിസിലുണ്ടെങ്കിൽ ആരും കൈ പൊക്കല്ലേ. ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം കൈ പൊക്കാനുണ്ടാവും. ഞാൻ അഡ്വാൻസ് ആയിട്ട് പൊക്കല്ലേ എന്ന് പറഞ്ഞാൽ വിഷമം ഇങ്ങനെ തിങ്ങിയിരിക്കുമ്പോഴാണ് മുസ്ലിയാരുടെ ചോദ്യം. മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും വേദനിക്കുന്നവർ സദസ്സിലുണ്ടെങ്കിൽ കൈ പൊക്കിക്കുന്ന അറിയാതെ പൊക്കിപ്പോ അടുത്തിരിക്കുന്ന കാക്ക കാണും. അപ്പോ എന്തേ നമ്മൾ പുറത്തേക്കാക്കി. ഓഡിറ്റോറിയത്തിൽ തിന്നാൻ തന്നെ എല്ലാവർക്കും സന്തോഷ. പുതിയാപ്പിളയ്ക്ക് സന്തോഷ, പുതിയണ്ണിന് സന്തോഷ, പുതിയണ്ണിന്റെ മാതാപിതാക്കൾക്ക് സന്തോഷാണ്, പുതിയാപ്പിളയുടെ മാതാപിതാക്കൾക്ക് സന്തോഷാണ്. ഒരാള് മാത്രമേ അവിടെ വേദനിക്കുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖി നബീന റസൂലുള്ളാഹി. ഞാൻ ഇതൊന്നൊരു വിഷയമായിട്ട് എടുത്ത് പറയുന്നില്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് ഔലിയായിൽ ഒതുങ്ങിയിരിക്കാം. എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആണ്ടിന്റെ ഒരു പവർ മനസ്സിലായി. ഇതാണ് ഇതിന്റെ മഹത്വം. നബിത്തങ്ങളുടെ കുടുംബത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പല ആവർത്തി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ നബിത്തങ്ങളുടെ മോനെ ആദരിക്കുന്നതിന്റെ ഒരു ശൈലി, ഈ ആദരവ് എല്ലാ തങ്ങന്മാർക്കും ഉണ്ട്. അതാ നേരത്തെ പറഞ്ഞത് കപ്പല്. ഇപ്പൊ പുതിയൊരു സൂക്കടർക്കുണ്ട്. തങ്ങന്മാരെ ആക്ഷേപിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ കളിയാക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ യോഗ്യതയാക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പറക്കണ മൊയിലാറുണ്ടെന്ന് സങ്കല്പിക്കുക. ആൾ പറക്കണ മൊയിലാറാണ്.
പക്ഷെ ഒരു തങ്ങളൂട്ടി കൂടി കയറി വന്നു കഴിഞ്ഞാൽ പീസായി പോയി. അതാ തങ്ങളുടെ പവർ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്നാര ഹബീബ, എന്നോട് നിങ്ങളൊരാൾ വന്നിട്ട് പറയാണ്, ബാബാ മുസ്ലിയാരെ, ഇത് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഹാൻഡ് ബാഗിൽ വെച്ചോണ്ട് വന്നൊരു സിഗരറ്റാണ്, ഇത് വലിയ പവറുള്ള സിഗരറ്റാണ്, ഇത് ബാബാ മുസ്ലിയാർക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നാണ്, ഇതങ്ങ് വലിച്ചോ. ഞാൻ എന്ത് മറുപടി പറയും? എൻ്റെ പൊന്നാര ഹബീബെ, റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ലാത്ത പണി നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയരുത്. ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ. ആ സ്ഥാനത്ത് ഒരു തങ്ങളുകുട്ടി സ്റ്റേജിലുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു തങ്ങളുകുട്ടി, വലിയ വിവരമുള്ള തങ്ങളൊന്നുമല്ല. ആ തങ്ങളുകുട്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ ഈ സിഗരറ്റൊന്ന് കൊണ്ടേ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, തങ്ങളെ ഇത് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്തു പറയൂ ആ മോൻ മറുപടി? എൻ്റെ വെല്ലുപ്പാക്ക് വൃത്തിയില്ലാത്ത പണി നിങ്ങൾ എന്നോട് പറയരുത്. ഇതാണ് വ്യത്യാസം. പറക്കണ മുസ്ലിയാർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഒരു തങ്ങളുകുട്ടി പറയും എൻ്റെ വെല്ലുപ്പാണ്. അത് പറയാൻ അർഹതയുള്ളവരാണ് അഹ്ലു ബൈത്ത്. അത് ഈ ദുനിയാവിന് എന്നെന്നും ഓടിക്കൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നൊന്നും ശരിയല്ല എന്നായി പറയണത്. നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കർബലായിൽ വെച്ച് തീർന്നു പോയില്ലേ നബി തങ്ങളുടെ കുടുംബത്തിനെ? കർബലായിൽ വെച്ച് ഇബ്നു സിയാദിന്റെ പട്ടാളക്കാർ കൊത്തി നുറുക്കിയില്ലേ? പിന്നെ ഇവിടെ തങ്ങളാരാ കിടക്കണത്? ഇതാ ചോദിക്കുന്ന ചോദ്യം. അല്ലടോ, പൊന്നാർ നബിയുടെ തിരുനാവ് കൊണ്ടാ പഠിപ്പിച്ചത്. എന്റെ കുടുംബം നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അത് ഖിയാമത്ത് നാൾ വരെ ഒഴുകും. തങ്ങൾ പറഞ്ഞത് ഇവിടെ നിലനിൽക്കണ്ടേ? അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്, പക്ഷെ നീ മനസ്സിലാക്കിയില്ല എന്ന് മാത്രം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന മഹാന്മാരാകുന്ന രണ്ട് മക്കളിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് അബൂ യസീദ് മദീനയുടെ ഗവർണറായിട്ട് ചുമതലയേക്കുന്നത്. ആ അബൂ യസീദ് കൂഫയിലേക്ക് അധികാരിയായിട്ട് പറഞ്ഞയച്ച വ്യക്തിയുടെ പേരാണ് ഇബ്നു സിയാദ്. ഇയാൾ എന്താ കുഴപ്പം ചെയ്തെന്നറിയോ? ഇതൊന്നും നമ്മൾ ചിന്തിച്ച് ചർച്ചയിലെടുക്കേണ്ട ഒരു വിഷയം ഇത്. അയാൾ എന്താ കുഴപ്പം ചെയ്തെന്നറിയോ? അയാൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിച്ചി ചീന്താൻ തുടങ്ങി. സുന്നത്തിന് പരിഗണന കൊടുക്കാതെ വന്നപ്പോൾ ജനങ്ങൾ വിഷമത്തിലായി. മദീനത്തിരിക്കുന്ന ഹുസൈൻ തങ്ങൾക്ക് ഇങ്ങനെ കത്തുകളുടെ പ്രവാഹം ചെല്ലാൻ തുടങ്ങി. തങ്ങളെ അവിടുന്ന് കൂഫയിലേക്ക് വരണം, ഇവിടത്തെ അധികാരിയായിട്ട് അവിടുന്ന് ഏക്കണം, ഞങ്ങൾ അങ്ങയെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണ്. നൂറുകണക്കിന് ലെറ്ററുകൾ ഇബ്നു സിയാദ് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിച്ചി ചീന്തുകയാണ്. നൂറുകണക്കിന് ലെറ്ററുകൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നടത്തി. അങ്ങനെ ഒരു തീരുമാനത്തിന് ഒരു ഉറപ്പ് വരാണ്ടാവുമ്പോ അള്ളാഹുവിലേക്ക് പോയിന്റ് അങ്ങ് വെച്ചു കൊടുക്കും. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കൈവക്കി, റബ്ബേ എന്റെ വെല്ലുപ്പ ഇവിടെ കിടക്കുകയാണ് റബ്ബേ, എന്റെ ഉമ്മ ഇവിടെ കിടക്കുകയാണ് റബ്ബേ, എന്റെ സഹോദരൻ ഇവിടെ കിടക്കുകയാണ് റബ്ബേ, എന്റെ പിതൃവ്യന്മാരും എന്റെ പിതൃവകളും ഇവിടെ കിടക്കുകയാണ് റബ്ബേ. ഈ പുണ്യമാക്കപ്പെട്ട മദീനത്തുനിന്ന് കൂഫയിലേക്ക് ചെല്ലാൻ എന്നെ ജനങ്ങൾ ക്ഷണിക്കുന്നല്ലോ അല്ലാ, ഞാൻ എന്ത് തീരുമാനം എടുക്കണം റബ്ബേ? മനസ്സിലേക്ക് ഓടി ഓടി വന്നു, പോകണം. 3 ആവർത്തി നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചു. ഇത്ര പേരുത്ത ആൾക്കാരില്ല, മൊത്തം 225 ആളുകൾ. അതിനകത്ത് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളാണ് നേതാവ്. സയ്യിദത്തുന ഷഹർബാനത്ത് റളിയല്ലാഹു തആല അതിനകത്തുണ്ട്, ബീവിയാണ്. 18 വയസ്സ് പ്രായമുള്ള യുവാവാകുന്ന ബഹുമാനപ്പെട്ട അലി അക്ബർ എന്ന് പറയുന്ന മോനുണ്ട്. 12 വയസ്സ് പ്രായമുള്ള സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന 2ാമത്തെ മോനുണ്ട്. ഇടയ്ക്കുള്ള 2 പെൺകുട്ടികളുണ്ട്. ഏറ്റവും ഇളയ മോനാകുന്ന അലി അസ്ഗർ എന്ന് പറയുന്ന 18 മാസം പ്രായമായ മോനുണ്ട്. ഈ 25 അംഗ സംഘം നേരെ കൂഫയിലേക്ക് മദീനയിൽ നിന്ന് കർബലായിൽ എത്തിയപ്പോൾ അവർ തമ്പ് കെട്ടി വിശ്രമിക്കാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ കുടിവെള്ളം തീർന്നുപോയി. കുടിക്കാൻ ഒരിറ്റ് വെള്ളം പോലും ഇല്ല. യൂഫ്രട്ടീസ് നദി നിറഞ്ഞൊഴുകുകയാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളാകുന്ന നേതാവിനോട് ചോദിച്ചു, സയ്യിദേ തങ്ങളെ, ഞങ്ങൾ തോൽപാത്രവുമായി പോയി യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം കോരി കൊണ്ടുവരട്ടെ കുടിക്കാൻ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല, ആ നദിയിലെ വെള്ളമെടുക്കാൻ ഇവിടുത്തെ ഇബ്നു സിയാദിന്റെ പട്ടാളം നിങ്ങളെ അനുവദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ചിന്തിച്ചു നോക്കിക്കേ, കുടിക്കാൻ ഒരിറ്റ് വെള്ളമില്ല. ഇതൊന്നും ഇന്ന് പുതിയതല്ലാന്നേ പറഞ്ഞത്.
ഫലസ്തീനികൾ അനുഭവിക്കുന്നതും കേട്ടോണ്ടിരിക്കുന്നതൊന്നും പുതിയതൊന്നുമല്ല. ഇതൊന്നും നമുക്ക് വരൂല എന്നും പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാനും കാത്തിരിക്കണ്ട. നിങ്ങൾ മോമിനാത്തുകളാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനിനെ ഒന്ന് വൃത്തിയാക്കേണ്ട പണി നമ്മുടെ ഭാഗത്തുണ്ട്. ഈമാൻ വൃത്തിയാക്കുന്ന പരിപാടി അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുക. നീ ചിന്തിച്ചു നോക്കി. അല്ലോ എൻ്റെ പൊന്ന് പെങ്ങന്മാരെ, നിങ്ങളൊക്കെ കുടുംബത്തിൽ കാര്യമായി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാ, ഒരാൾക്ക് വെള്ളത്തിന് വേണ്ടി മടിയിൽ കിടക്കുന്ന നൊന്തുപെറ്റതായ കുഞ്ഞിന് ഒരു തുള്ളി പാല് മാറിൽ നിന്ന് ഞെക്കിയിട്ട് കിട്ടാനില്ല. എന്നാൽ ഒരാൾക്ക് വെള്ളം അതിൻ്റെ തൊണ്ടയിലേക്ക് എത്തിക്കാനോ നിവൃത്തിയില്ല. കണ്ണ് പുറത്തേക്ക് തള്ളി നാക്ക് നീണ്ട് ആ നൊന്തുപെറ്റ തള്ളയുടെ മടിയിൽ തന്നെ കിടന്ന് കരഞ്ഞ് 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 അതിന്റെ ശബ്ദം അങ്ങ് നിൽക്കുന്നു. കൊണ്ടുപോയി അപ്പുറത്തുകൊണ്ടുപോയി മണ്ണ് മാന്തി ഉള്ള തുണി എടുത്ത് പൊതിഞ്ഞ് അടക്കും. നമ്മുടെ മക്കളെയൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കി. നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള പണി എന്താണെന്ന് ചിന്തിച്ചു നോക്കി. ഒരു കർഷകൻ കൃഷിസ്ഥലം പാകപ്പെടുത്തി അതിനകത്തേക്ക് വിത്തിട്ട് അതിന് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് ഇടയ്ക്ക് വല്ല കിളയും മുളച്ചു വന്നാൽ അതൊക്കെ പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കി ഈ വിള പഴുത്ത് മൂക്കുമ്പോൾ അത് മുറിച്ചെടുത്ത് തൻ്റെ കളത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ പതിരും അഴുക്കും ഒക്കെ മാറ്റി ശരിയായ നെല്ലാക്കി മാറ്റിയെടുത്ത് അത് പുഴുങ്ങി അത് ഉണങ്ങി അതിൻ്റെ കമ്പനിയിലിട്ട് മില്ലിലിട്ടിട്ട് അതിൻ്റെ പിന്നെ ഉമ്മിയും തവിടുമൊക്കെ നീക്കി അത് പാക്കറ്റ് ചാക്കുകളിലാക്കി ഹോൾസെയിൽ വ്യാപാരിയുടെ ഗോഡൌണിലെത്തി നിങ്ങളുടെ ഈ പട്ടളയിലെ ഒരു പാവപ്പെട്ട കാക്ക അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വാപ്പാടെ മോൻ കടയിൽ ചെന്നിട്ട് അരി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുടുംബിനിയാകുന്ന ഉമ്മാനെയോ സഹോദരിമാരെയോ ഏൽപ്പിച്ചാൽ അവരത് വെള്ളത്തിലിട്ട് കുതിർത്തി അത് അരച്ച് പദം വരുത്തി പാകപ്പെടുത്തിയെടുത്ത് നിങ്ങളുടെ നാട്ടിലെ പത്തല് അതങ്ങോട്ട് ശരിയാക്കി കൊണ്ടുവന്ന് മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ മോൻ അവിടെ വന്നിരുന്നിട്ട് ചോദിക്കുന്നു, ഇതെന്താ അമ്മ ഉണ്ടാക്കിയേക്കണത്? അത് പത്തലാ മോനെ, എനിക്ക് വേണ്ട. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ. നമ്മളെ പോലുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷമം പറഞ്ഞു കൊടുക്കണം എൻ്റെ പൊന്നു പെങ്ങന്മാരെ, സഹോദരിമാരെ. മക്കളൊക്കെ വഴിതെറ്റി പോകുന്നതിൻ്റെ നല്ലൊരു ശതമാനം ഉത്തരവാദികൾ ഉമ്മമാരാണെന്ന് തന്നെയാണ് തങ്ങൾ പഠിപ്പിക്കുന്നത്. വലിയ കുഴപ്പത്തിലേക്കാണ് മക്കൾ വന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കുട്ടികളുടെയൊക്കെ പിന്നിൽ ഉമ്മമാരുടെ ഒരു കണ്ണ് വേണം, ഉപ്പമാരുടെ കണ്ണ് വേണം. ഭയങ്കര അപകടത്തിൽ കൊള്ളയിലേക്കല്ല പോണേ. ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ വഴുതു പറയുകയാണെങ്കിൽ പറയും, പൊന്നു മക്കളെ, ഉമ്മാടെ ഉപ്പാടെ മുമ്പിൽ ഛേ എന്നൊരു ശബ്ദം പോലും പുറപ്പെടുവിക്കരുത് കേട്ടോ. യജമാനന്റെ മുന്നിൽ അടിമ നിൽക്കുന്നത് പോലെ ഉമ്മാടെ ഉപ്പാടെ അടുത്ത് നിൽക്കാവുള്ളൂ. 30 കൊല്ലം മുമ്പ് വഴുതു പറഞ്ഞ് ഞാൻ ഇന്നത് തിരുത്തി പറയണം. ഇന്ന് എങ്ങനെ തിരുത്തി പറയണം? പൊന്നു മക്കളെ, ഉമ്മാനെ അറക്കാനെടുക്കണ കത്തി കൊല്ലിക്കത്തി ആകരുത് കേട്ടോ, മൂർച്ചയുള്ള കത്തി കൊണ്ട് ഉമ്മാനെ അറക്കണം കേട്ടോ പൊന്നു മക്കളെ. അങ്ങനെ പറയേണ്ടി വന്ന കാലം അപ്പോ ഇത്. നിങ്ങളുടെ അടുത്തല്ലേ അടിവാരത്ത് ഉമ്മാനെ കൊല്ലാൻ വേണ്ടി മോൻ അയലക്കത്തി എന്ന് ചോദിച്ചപ്പോ കിട്ടിയത് ഒരു കൊല്ലി വാക്കത്തി, തേങ്ങ ഒതിക്കണ വാക്കത്തി. അതുകൊണ്ട് അർത്ഥം മുറിയോ? എന്നാലും അവൻ വെട്ടി 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 അത് മുറിച്ചു. 6 മാസത്തെ പത്രവാർത്ത ഇപ്പുറത്തേക്ക് എടുത്തു നോക്കി. ഒരൊറ്റ ഹിന്ദു കൊച്ച് അവന്റെ അമ്മേനെ കൊന്നുണ്ടോന്ന്, ഒരൊറ്റ ക്രിസ്ത്യാനി കൊച്ച് അവന്റെ അച്ഛനെ തട്ടിയുണ്ടോന്ന് നോക്കി. എല്ലാം ഈ സ്വർഗത്തിന്റെ താക്കോല് അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന സമുദായത്തിന്റെ മക്കളാണ് അല്ലേ? ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും പൊന്നെ നേരെയൊക്കെ? ഞാൻ നിങ്ങളെ ഒന്നും ആക്ഷേപിക്കണം കുറ്റപ്പെടുത്തണം അല്ലാട്ടത്. നിങ്ങൾക്കൊക്കെ എത്രമാത്രം ദ്വാരന്നാലും മതിയാവില്ല. കാരണം ഇന്ന് ഇൽമിന്റെ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ അവഗണിക്കുന്ന ഒന്നാണ്. എന്തുട്ട് വാഴുന്ന എനിക്ക് വേറെ ജോലിയില്ലടാ, മതപ്രസംഗ പമ്പര ആക്ഷേപിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ നിങ്ങൾ എന്തിന് കടന്നു വന്നു? നിങ്ങളും ചിന്തിച്ചു നോക്കി. എന്ത് നേടാൻ അവിടുന്ന്? ഇവിടെ വല്ല തമാശയുണ്ടാ? ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങൾ തുണി അഴിച്ച് കാണിക്കുന്ന പരിപാടി ഉണ്ടോ? ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? അല്ലാഹുവേ, നാളത്തെ പ്രഭാതത്തിൽ ഞാൻ ഉണ്ടോ എന്നറിയില്ല. അല്ലാ, ഞാൻ മൗത്തായാൽ നിന്റെ അദാബ് എനിക്ക് സഹിക്കാൻ കഴുത്തില്ല റബ്ബേ. നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നീ എന്നെ ആട്ടിയാൽ എനിക്ക് രക്ഷയില്ല. അല്ലാ,
ഈ രണ്ട് കാര്യം നിങ്ങളെ കൊണ്ട് വരുത്തിച്ചത്. അള്ളാഹിന്റെ ശിക്ഷയിലുള്ള ഭയപ്പാട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്കുള്ള ആർത്തി. അല്ലേ? നിങ്ങൾക്ക് എന്തോരം പറഞ്ഞാലും മതിയോ? അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ശബ്ദത്തിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അല്ല, എൻ്റെ ബഹുമാനപ്പെട്ട സദസ്സാ നിലയ്ക്ക് ഇത് വിലയിരുത്തുന്നത് നിങ്ങളോട് പറയാം. പിന്നെ ആരോടെ പറയുന്നത്? നിങ്ങളും ഞാൻ ഈ വിഷയത്തിൽ തുല്യരാ, നമ്മൾ രണ്ടും തുല്യരാ. ഈ പരിപാടിക്ക് വന്ന ഞാനും ഇതിന് സംബന്ധിക്കാൻ വന്ന നിങ്ങളും അള്ളാന്റെ മുമ്പിൽ തുല്യ അവകാശികളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമുദായത്തിന്റെ വഴിതെറ്റി നടക്കുന്ന ധിക്കാര വർഗത്തിനോട് നമുക്ക് പറയാൻ പറ്റുന്ന ശൈലിയിൽ പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ തയ്യാറില്ലെങ്കിലും സമുദായം ശിക്ഷ അനുഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, വല്ലദീ നഫ്സീ ബിയദി. സമുദായം വഴിതെറ്റു പോകുന്ന ഒരു അവസ്ഥയെ പറ്റി തങ്ങളുടെ തുടക്കം എങ്ങനെയാണ്? സത്യം ചെയ്തിട്ട് പറയുന്നത്. സമുദായം ദീൻ വിട്ടുള്ള സഞ്ചാരത്തിലേക്ക് നീങ്ങുമ്പോൾ നല്ലത് ഉപദേശിക്കാനും ചീത്ത തടയാനും അതിനകത്ത് തലയെക്കെട്ടും തൊപ്പിയൊന്നും വേണ്ട, മയക്കും വേണ്ട. നമുക്കെല്ലാവർക്കും തുല്യമായ അവകാശം. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അല്ല അങ്ങനെ ആക്ഷേപിക്കാൻ പറയുകയോ ഇല്ല. നമ്മൾക്കത് സ്വയം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്തൊരു പവറാ നിങ്ങൾക്കൊക്കെ പറയണമെന്നറിയോ? ഹദീസിനകത്ത് 1000 റക്അത്ത് നിസ്കരിക്കണേക്കാളും കൂലിയാന്ന് പറയണേ ഈ വന്നിരിക്കണേന്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ എൻ്റെ ദുആയൊക്കെ എവിടെ ദുആ ചെയ്താലും ഈ വന്നതിൻ്റെ മഹത്വം കൊണ്ട് കൊടുക്ക് പഠിച്ചോനെ ഞാൻ ദുആ ചെയ്യുള്ളൂ. ഈ വന്നതിൻ്റെ മഹത്വം കൊണ്ട് അല്ലാണ്ട് വീട്ടിൽ കൊടുക്കാൻ പറയില്ല. ഇവിടെ പങ്കെടുത്ത ഈ പാവങ്ങൾക്ക് പങ്കെടുത്തതിൻ്റെ മഹത്വം കൊണ്ട് കൊടുക്കണേ റബ്ബ്, അങ്ങനെ ഞാൻ ദുആ ചെയ്യുള്ളൂ. അവിടെ ചിന്തിച്ചു നോക്കി. 1000 റക്അത്ത് ഒരു നിസ്കരിക്കണമെങ്കിൽ എന്തോരം പാടുണ്ടെന്ന് നോക്കി. നമ്മളൊക്കെ വിത്തറ്, ഞാൻ 100 റക്അത്ത് വിത്തറ് നിസ്കരിച്ചു. എന്തേത് പറ്റൂല. അത് തന്നെ 3 റക്അത്ത് നിസ്കരിക്കലല്ലേ റസൂലുള്ളാഹിക്ക് ഇഷ്ടം. സംഗതി ഒന്ന് നിസ്കരിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ യാത്രക്കാരനായിട്ട് അത് മതിയെന്നും വെക്കാം. പക്ഷേ ഓരോ റക്അത്തും ഫാത്തിഹയും സൂറത്തും മോദി, അതുപോലെ ശേഷം അത്തഹിയ്യാത്തും സലാത്തും അതിന്റെ ദുആയും ഒക്കെ ചെയ്ത്, തുടക്കത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹൊക്കെ ചെയ്ത് ശരിയായ രീതിയിൽ ഒരു 1000 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു. അതിനേക്കാൾ പവറാണ് ഈ വേദിയിൽ ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കുന്നവർക്കെന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്നെങ്കിൽ നിങ്ങളുടെ പവറൊന്ന് ചിന്തിച്ചു നോക്കി. 100 ജനാസ പരിപാലനത്തിനേക്കാൾ പങ്കെടുക്കുന്നതിനേക്കാൾ പവർ ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ യോഗ്യത ഈ പറഞ്ഞ ഒരു ജനാസ പരിപാലനത്തിൽ പങ്കെടുക്കണമെങ്കിൽ എന്ത് പാടുണ്ട് നിങ്ങൾ പറ. പോയി ഇങ്ങനെ നോക്കിയിട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്തി പോരല്ലേ പറഞ്ഞ. ഞാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണേ. അതിനകത്തൊന്നും കാര്യമില്ല. ചെന്നു മരിച്ചോടത്തി ചെന്നു, കുളിപ്പിക്കാൻ കൂടി, കഫൻ ചെയ്യാൻ കൂടി, അല്ലെങ്കിൽ അത് ചെയ്യണോടത്തിൽ നമ്മൾ നിന്നു, സഹകരിച്ചു, ചുമന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പോയി, നിസ്കരിക്കാൻ പങ്കെടുത്തു, അവിടെ കൊണ്ടുവന്ന് അടിയിലേക്ക് വെച്ചു, തസ്ബീഹ് ചൊല്ലിക്കൊടുത്തു, പിടിമണ്ണ് വാരിയിട്ടു, ശേഷം അവിടുന്ന് ദുആയിലും തൽഖീലും ഒക്കെ എല്ലാത്തിലും പങ്കെടുത്തു. ഫലഹു ഖീറാത്തൈനി നബീനാ റസൂലുള്ളാഹി. സഹാബിക്ക് 2 ഖീറാത്ത് കൂലിന്ന്. എന്തുട്ടാ ഖീറാത്ത് എന്ന് ചോദിച്ചു, മനസ്സിലായില്ല. അപ്പൊ തങ്ങൾ സഹാബാക്കൾക്ക് മനസ്സിലാവുന്ന ഒരു ശൈലി ഉപയോഗിച്ചു. ഉഹുദ് പർവ്വതത്തിനേക്കാളും വലിയ കൂലിയാണ്. ഇങ്ങനെയുള്ള 100 മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കണതിന്റെ പൗരങ്ങൾ ചിന്തിച്ചു നോക്കി. അതിനേക്കാളും മഹത്വമാണ് നിങ്ങൾ വന്നിരിക്കുന്നതിന്. അപ്പൊ ചിന്തിച്ചു നോക്കി. ചെറിയ പണിയാണോ ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കണേ? 100 ജനാസ പരിപാലനത്തിൽ പാടുണ്ട്. ഓരോന്നിനും ഓരോ പണിയൊക്കെ ചെയ്തിരിക്കണമെങ്കിൽ മരിച്ചാൽ ചെല്ലും, പാവം ശരിയാതെ ചെല്ലും. മരിച്ചു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം കിട്ടും. എടങ്ങേറ് പിടിക്കാൻ ആ കാക്ക ഇന്ന് മരിച്ചല്ലോ ഉള്ളു. 100,000 തിരക്കിൻ്റെ വിഷുവായി പോയി. അവിടെ ചെന്നില്ലെങ്കിൽ ആ ചെറുക്കനൊക്കെ അവനൊക്കെ ആണെങ്കിൽ പിന്നെ പിണപ്പാവും. ഏതായാലും പോയേക്കാം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ, നിങ്ങളുടെ കാര്യം പറയല്ല. അങ്ങനെ അവിടെ ചെല്ലും. അങ്ങനെ ഒരു ഫാത്തിഹ യാസീനൊക്കെ ചേർന്നിട്ട് ആ പയ്യനെങ്ങ് വിളിക്കും. മോനെ, ഞാനിപ്പോൾ ഇവിടെ ഈ കുളിപ്പിക്കലിനും കഫൻ ചെയ്യലിനും ചുമക്കലിനും നിസ്കരിക്കണേനൊന്നും ഞാനിവിടെ നിൽക്കണില്ല. അത് നിൽക്കാത്ത എന്താണെന്നറിയോ? 12,000 ആൾ അങ്കമാലിന് ജുമായ്ക്ക് വന്നുണ്ട്. ഞാനല്ലേ അവിടെ ഇമാമ്. അപ്പൊ വെള്ളിയാഴ്ച നിന്റെ വാപ്പാക്ക് വേണ്ടി അങ്കമാലിൽ വന്ന എല്ലാ ആൾക്കാരെ കൊണ്ട് ഞാൻ നിസ്കരിപ്പിച്ചോളാം. 2 കയ്യേലും വിളിച്ചിട്ടുണ്ട്. പൊന്നാ ഉസ്താദേ, ധാരാളം മതി. എന്നാ ഞാനങ്ങ് പൊക്കോട്ടെ. എന്നാ പോയിക്കോ, അസ്സലാമു അലൈക്കും. ഞാൻ അവിടെ രക്ഷപ്പെടാനുള്ള ഒരു തട്ടിപ്പിടിക്കണേ കാണണം. ചിന്തിച്ചു നോക്കി. ഒരു മയ്യത്തിന്റെ അടുത്ത് പോയി എല്ലാം കഴിയുന്നവരെ നിൽക്കണമെങ്കിൽ പണി എന്തുണ്ടെന്ന് ആലോചിച്ചു നോക്കി. ഇങ്ങനെയൊന്നും പോയിട്ടൊന്നൊരു കാര്യവും ഇല്ലാന്നായി പറയണേ.
ഗസാലി ഇമാം എഴുതി വെച്ചിരിക്കുന്നു, ഇഹ്യാ എടുത്ത് നോക്കിയാൽ കാണാത്. അള്ളാഹുവിന്റെ ഒരു ആരിഫായ മനുഷ്യന്റെ തൊട്ടടുത്തൊരു മരണം നടന്നു. ശിഷ്യൻ വരികയാണ്, ഉസ്താദിനെ വിളിച്ചു. അവിടെ ജനാസ എടുക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നെയ്യത്ത് വന്നിട്ടില്ല. ഇത് കേൾക്കണ്ടോ? എനിക്ക് നെയ്യത്ത് വന്നിട്ടില്ല. ആ മരിച്ച വീട്ടിലാ മഹാൻ പോയില്ല. എന്താ പോകാതിരുന്നേ? ഞാനിപ്പോ അങ്ങ് ചെല്ലുമ്പോ എല്ലാവരും ചാടി എഴുന്നേക്കും. അപ്പൊ എന്റെ മനസ്സിനൊരു കുളിർമയാകും. അങ്ങനെ കസേര എവിടാന്ന് ചോദിക്കും, വലിയ കസേര കൊണ്ടുവന്നിടും. ഞാൻ അവിടെ ഇരിക്കുമ്പോ ഫാത്തിഹ പറയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കും. എന്റെ ദുആക്ക് വേണ്ടി എല്ലാവരും ആമീൻ പറയും. ഇത് മനസ്സിൽ കിടന്ന് കളിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ചെന്നാൽ അതിന്റെ പേരാണ് റിയാ എന്ന് പറഞ്ഞാൽ ചെറിയ ശിർക്ക്. ഈ ശിർക്കിന് ഞാൻ തയ്യാറല്ല. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി പോകാനുള്ള മനസ്സ് വന്നിട്ടില്ല, പോയില്ല. മാലിക് റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് വന്നു. പടപ്പുകളെ, മഗ്രിബിന് ആരെങ്കിലും ഇമാമത്ത് അന്വേഷിച്ചോളണം, ഞാൻ ഇമാമയിക്കൂല. കുടുങ്ങിയില്ലേ? കമ്മിറ്റിപ്പെട്ട പ്രധാനികൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നേരത്തെ ഉസ്താദ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ? ഞങ്ങളിപ്പോ മഗ്രിബിനെ എവിടെ ചെന്നിട്ടാ ഇമാമിനെ അന്വേഷിക്കുക? എന്താ അദ്ദേഹം പറഞ്ഞ മറുപടി? ബാവുശ്ശേരി ചിലപ്പോ ഇങ്ങനെ പറയും, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അല്ലെങ്കിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബിനെ വേറെ ആളെ അന്വേഷിച്ചോട്ടോ. അല്ല ഉസ്താദ് ഇങ്ങനെ തീരുമാനം ഉസ്താദ് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ? ഞങ്ങൾ കമ്മിറ്റിക്കാരെ എവിടെ പോയി ആളെ അന്വേഷിച്ചു കൊണ്ടുവന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാ? എവിടെ പോയി ആളെ അന്വേഷിച്ചു? വേണമെങ്കിൽ അന്വേഷിച്ചോണ്ടോ. ആ താത്ത ചോറ് കൊടുത്ത കൂട്ടാത്തിന് എരിഞ്ഞിട്ട് നാട്ടിലേക്ക് വെക്കാൻ പാടില്ല, നിങ്ങൾ വേറെ ആളെ അന്വേഷിച്ചോ. ഇതല്ല ഇദ്ദേഹം പറഞ്ഞ. പിന്നെന്താ? എടോ, ഞാൻ സലാം ചൊല്ലിയിട്ട് അങ്ങ് തിരിഞ്ഞിരുന്നപ്പോഴേ ഒരു വലിയ ജനാവലി. എന്റെ മനസ്സ് പറഞ്ഞു, ഈ പള്ളിയിൽ കൂടിയ എല്ലാ ആളുകളെക്കാളും ശ്രേഷ്ഠൻ ഞാനാണല്ലോ. ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നെങ്കിൽ ആ ചിന്ത പൊളിക്കാനാ ഞാൻ തീരുമാനിച്ചത്. ഈ പള്ളിയിൽ നിന്ന് ഏറ്റവും വലിയ പാവി പുറത്തു കിടക്കണമെന്നൊരു ഓർഡർ ഇവിടെ ആരെങ്കിലും ഇട്ടാൽ ആദ്യം പുറത്തു കിടക്കുന്ന വ്യക്തി ഞാനായിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്നതിൽ ശ്രേഷ്ഠൻ ഞാനാണെന്നുള്ള എന്റെ മനസ്സിന്റെ ഉദിച്ചു വന്നതായ ആ ദുഷിച്ച നെയ്യത്തുണ്ടല്ലോ, അത് പൊളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ഇമാമത്ത് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. എവിടെ? ഞാൻ എവിടെ? നിങ്ങളെ അല്ല ഞാൻ പറയണേ, ഞാൻ എവിടെ? ഇത്തിരി വിഷമ ജനങ്ങളെ. അള്ളാഹിന്റെ പൊരുത്തത്തിന് നമ്മളിപ്പോ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കണേ. അവിടെ അങ്ങോട്ട് ചെന്നിട്ട് റബ്ബിന്റെ കോടതി ചെന്നിട്ട് ഉള്ളി അങ്ങോട്ട് തൊണ്ട് പൊളിച്ചു, അതിനകത്ത് നിധി ഇരിപ്പുണ്ട്, രത്ന ഇരിക്കണേന്ന് പറഞ്ഞ് ആവേശത്തോടെ തൊണ്ടങ്ങ് പൊളിക്കും. പൊളിച്ചു വരുമ്പോ കാലി. റബ്ബേ, ഇതിൽ കൂടിയതിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ. ഓഷല്ലാദേവിനോടൊപ്പം കൂടുന്ന വിജയികളിൽ പെടുത്തണ റബ്ബേ. നമ്മുടെ വിഷയം മാറിപ്പോയില്ല, അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സംഘവും നേരെ ചെന്ന് കൂഫയിൽ തമ്പടിച്ചിട്ട് വെള്ളമെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവൾ മഹാനവറുകൾ മറുപടി പറഞ്ഞു, യൂഫ്രട്ടീസ് നദി ആർക്കും പിന്നെ ബുദ്ധിമുട്ടി ഉണ്ടായതല്ല, അള്ളാന്റെ അനുഗ്രഹമാണ്. പക്ഷേ അവിടുന്ന് വെള്ളം എടുക്കാൻ ഇബ്നു സിയാദിന്റെ പട്ടാളം അനുവദിക്കുന്നു തോന്നുന്നില്ല. ഞങ്ങൾ യുദ്ധം ചെയ്ത് വെള്ളം എടുക്കാൻ തങ്ങളെ അനുവാദം തന്നാ മതി. 60 ആളിറങ്ങിയെന്ന ചരിത്രം. ഈ 60 ആളെയും ഇബ്നു സിയാദിന്റെ പട്ടാളം കൊത്തി നുറുക്കി യൂഫ്രട്ടീസിന്റെ കരയിലിട്ട് കൊത്തി നുറുക്കി. പിന്നെ യുദ്ധമായി. കൂഫയിലേക്ക് എത്തിയിട്ടില്ല പാർട്ടി. കർബലയിൽ യുദ്ധമായി. ദ്വന്ദ്വയുദ്ധമാണ്. ഓരോരുത്തരും വന്ന് വെല്ലുവിളിക്കും. തമ്പിൽ നിന്ന് ഓരോരുത്തർ ഹുസൈൻ തങ്ങളുടെ അനുമതിയോടെ ഇറങ്ങും. ഇറങ്ങുന്നവര് കുറെ ആളുകളെ കൊല്ലും. അവസാനം ഇദ്ദേഹവും ഷഹീദാവും. അങ്ങനെ ഇതാ 18 വയസ്സുള്ളതായ പൊന്നുമോൻ അലി അക്ബർ എന്ന് പറയുന്ന മോൻ പറഞ്ഞു, ഉപ്പാ, ഇനി ഈ തമ്പിനകത്ത് നമ്മൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്റെ വല്യുപ്പാന്റെ സുന്നത്ത് നിലനിർത്താനുള്ള പോരാട്ടത്തിന് ഇറങ്ങി യുദ്ധം ചെയ്യാൻ എനിക്ക് അനുവാദം താട്ടെ ഉപ്പാ. പെങ്ങന്മാരൊന്ന് ശ്രദ്ധിച്ചോളണം. പടയങ്കി ധരിപ്പിച്ചു കൊടുത്തു സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു. വാളെടുത്ത് കയ്യിൽ കൊടുത്തു സയ്യിദന ഹുസൈൻ തങ്ങള്. തന്റെ കുതിരയെ അടുത്തേക്ക് വിളിക്കുന്നതിന് മുമ്പ് നൊന്തുപെറ്റ ഉമ്മാന്റെ അടുക്കലേക്ക് സയ്യിദത്തുന ബീവി ഷഹർബാനത്ത് റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കാൻ, ഉമ്മ, വല്ലുപ്പാന്റെ സുന്നത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മോൻ പോരടിക്കാനിടങ്ങിയാണ്, അനുമതി തരണം ഉമ്മ. മോനെ, നീ അങ്ങ് പോയാ പിന്നെ ഉമ്മാക്ക് ആരാണടാ ഉള്ളത്? ചോദിച്ചില്ല. ഇവിടെ ശ്രദ്ധിച്ചോളണം. ഞാൻ പെങ്ങന്മാർക്ക് വേണ്ടി പറയാണ്. ആ ഉമ്മ പൊന്നോമന മോന്റെ തല തടകിക്കൊണ്ട് അനുഗ്രഹം ചെയ്തുകൊണ്ടിട്ട് അങ്ങ് വിട്ടെങ്കിൽ
തമ്പിലിൽ നിന്ന് നോക്കിയാണ് പൊന്നുമോൻ വരുന്ന ശിരസുകളെല്ലാം വെട്ടി വെട്ടി മുന്നോട്ട് കുതിക്കുകയാണ്. പെട്ടെന്ന് സംഭവിച്ചു, മോന്റെ ശിരസ് ബോൾ പോലെ മോളിലേക്ക് തെറിച്ചു, അത് താഴത്തേക്ക് പിടിച്ചു, അവസാനിച്ചു. അല്ലോ എന്റെ മോൻ പോയല്ലോ. പറഞ്ഞില്ല പെങ്ങളെ. ഷഹർബാനത്ത് റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് ഒരു സങ്കടത്തിന്റെ വാക്കും വന്നില്ല. രക്തം കലർന്ന കണ്ണീരൊഴുകുന്നത് ആ മാതാവ്, നൊന്തുപെറ്റ മാതാവ് തുടച്ചു മാറ്റിയെങ്കിൽ മടിയിലിരിക്കുന്ന കുഞ്ഞുമോൻ വളരെ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ 2 കണ്ണുകളും തുറിച്ചു തുടങ്ങി, നാവ് പുറത്തേക്ക് നീണ്ടു തുടങ്ങി. നൊന്തുപെറ്റ തള്ളയുടെ മാറിൽ നിന്ന് ഒരു തുള്ളി പാല് കിട്ടാനില്ല. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ വിളിച്ചിട്ട് ആവശ്യപ്പെടുന്നു, സയ്യിദേ, ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ പൊന്നുമോൻ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയല്ലോ, നമുക്കാർക്കും വെള്ളം തരണ്ട, നമ്മുടെ തോൽപാത്രത്തിലും വെള്ളം സൂക്ഷിക്കണ്ട, ഈ മരിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ വായിലേക്ക് ഒരിറ്റ് വെള്ളം ഇറ്റിച്ചു കൊടുക്കാൻ ആ പട്ടാളക്കാരോടൊന്ന് ആവശ്യപ്പെടാമോ? പക്ഷേ ഞങ്ങൾ എന്ത് മറുപടി പറഞ്ഞു? പ്രിയപ്പെട്ടവളെ, ഈ കുഞ്ഞിനോടൊന്നും കരുണ കാണിക്കുന്ന മനസ്സവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് നിരപരാധിയല്ലേ, നമുക്ക് വെള്ളം തന്നാലേ നമ്മൾ കുടിക്കുള്ളൂ, നമുക്ക് വേണ്ട. കർബലായിലെ പോരാട്ടത്തിന്റെ പവർ ഒന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷെ ആ പോരാട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവർക്കുണ്ടായിരുന്നു. ഇവിടേക്കാണ് വിഷയങ്ങൾ. ബൈത്തുൽ മുഖദ്ദസ് കുരിശുയുദ്ധത്തിൽ പിടിച്ചെടുത്ത ധിക്കാര വർഗത്തിൽ നിന്നും തിരിച്ചെടുക്കാൻ വേണ്ടി അതിലേക്ക് പണിയെടുത്ത വർഗത്തിനുണ്ടായിരുന്ന ഒരു നമുക്ക് കാണാൻ പറ്റാത്തൊരു ആയുധം, അത് ഇന്നത്തെ സമുദായത്തിന് ഇല്ലാതെ പോയി. അത് തന്നെ പ്രശ്നം. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ല. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ന്യൂനപക്ഷം അങ്ങോട്ട് ചെല്ലുന്നത്, പക്ഷേ ബഹുഭൂരിപക്ഷത്തിന് തകർത്ത് തരിപ്പണാക്കി. വാളല്ലായിരുന്നു അവരുടെ ആയുധം. അതേ ആയുധത്തെ പറ്റി പറയാൻ വേണം. ഇവിടെ ശ്രദ്ധിച്ചോ. അതാണ് ഓഷല്ലാദ് നമുക്ക് പഠിപ്പിച്ചത്. ഓഷല്ലാദമിന്റെ ആണ്ട് നമ്മൾ നടത്തുമ്പോൾ നബിത്തങ്ങളുടെ മഹബത്തിലേക്ക് നമുക്ക് എത്താൻ നബിത്തങ്ങൾ പറഞ്ഞ പോയിന്റ് നമ്മൾ എടുക്കണം. ഉദ്കുറുല്ലാഹി ഫി അഹ്ലി ബൈത്തി, എന്റെ അഹ്ലി ബൈത്തിനെ നിങ്ങൾ ആദരിച്ചു കൊണ്ടിട്ട് അല്ലാഹുക്ക് ദിക്ർ ചൊല്ലണേ എന്ന് പറഞ്ഞാൽ ആ ദിക്ർ ഓഷല്ലാദ് കാണിച്ചെന്ന ശൈലിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ നമ്മ പലരും ഔട്ടായി പോവുകയാണ്. ശ്രദ്ധിച്ചു, ഞാൻ വേഗം നിർത്തിയേക്കാം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധം കൂടിയപ്പോ കയ്യിൽ ഇങ്ങനെ കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങി. നൊന്തുപെറ്റ മാതാവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയിട്ട് ഹുസൈൻ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പട്ടാളക്കാരുടെ അടുക്കലേക്ക് പരമാവധി അങ്ങ് കാണാവുന്ന നിലക്കിലേക്ക് നീങ്ങി എന്നിട്ട് പറഞ്ഞു, ഏ ഉമർ വാസഅദേ, ഏ ഇബ്നു സിയാദേ, ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമ്മാനം വച്ചു തന്ന പൊതിയാണ്, പലഹാരം വച്ചു തന്ന പൊതി കയ്യാൻ. ഈ നിൽക്കുന്ന ഞാനാരാണെന്നറിയോ? മുത്ത് റസൂലുള്ള സുജൂദിൽ കിടന്നപ്പോൾ തങ്ങളുടെ പുറത്ത് കയറി ആനപ്പുറം കളിച്ചവനാണ് ഞാൻ. എന്റെ കേറിയുന്ന കളി മുടങ്ങാതിരിക്കാൻ ഞാൻ ഇറങ്ങുന്നത് വരെ മുത്തനബി തങ്ങൾ സുജൂദിൽ കിടന്നതാ. അങ്ങനെയുള്ള എന്റെ മുതുകിൽ നിന്നും വന്ന ബീജത്തുള്ളിയിൽ അള്ള ജന്മം നൽകിയ മുത്തനെയാണ് ഞാൻ ഈ പൊക്കി പിടിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞു മരണത്തിനോട് മല്ലടിക്കുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും വെള്ളം തരേണ്ടതില്ല, ഈ കുരുന്നിന്റെ വായിലേക്ക് ഇത്തിരി വെള്ളം ഇറ്റിക്കാമോ? ഇതായിരുന്നു ഹുസൈൻ തങ്ങളുടെ ചോദ്യമെങ്കിൽ ചോദ്യം തീരുന്നതിന് മുമ്പ് ആ കുരുന്നിന്റെ കഴുത്തിന്റെ വലതുഭാഗത്ത് വന്ന തറച്ചതായ അമ്പ് ഇടതു ഭാഗത്തേക്ക് കിടന്നു. തന്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞു മരിച്ച പൊന്നോമനെ നൊന്തുപെറ്റ തള്ളയുടെ മടിയിലേക്ക് വെച്ചുകൊടുക്കുന്നത്, ഷഹർബാനത്തെ, ഇതാ നിനക്ക് അള്ളാഹുവിന്റെ സമ്മാനം. സഹോദരിമാരെ, എന്റെ പൊന്നിനെ കൊന്നല്ലോ എന്ന് പറഞ്ഞില്ല, എന്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞില്ല. രക്തം കലർന്ന കണ്ണുനീര് തൂത്തുകൊണ്ടിട്ട് ക്ഷമിച്ചു. ആ മുത്തിനെയും കർബലായിൽ അടക്കി. 12 വയസ്സായ സൈനുൽ ആബിദീൻ തലപൊക്കി. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നിലനിർത്താൻ, ദീർഘാര വർഗത്തിനോട് പോരടിച്ച് ഷഹീദാകാൻ എന്റെ മനസ്സ് വെമ്പുന്നുണ്ട്. ഞാനങ്ങ് ഇറങ്ങിക്കോട്ടെ, എനിക്ക് അനുവാദം തരുമോ? കടുത്ത പനി ബാധിച്ച മോന്റെ പുതപ്പ് വീണ്ടും ഇട്ട് മൂടിക്കൊണ്ടിട്ട് ഉപ്പ പറഞ്ഞു, മോനെ, നിനക്കിപ്പോൾ യുദ്ധം ചെയ്യാനുള്ള യോഗ്യതയില്ല, നീ രോഗിയാണ്, നീ തമ്പിക്കിടക്ക്. അല്ലാഹുവിന്റെ ഹിക്മത്ത്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മോന് കടുത്ത പനി ബാധിച്ചിരിക്കാൻ. മൂത്ത മോൻ തീർന്നു, ഇളയ മോനും തീർന്നു. അവസാനത്തെ കൈണി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയാകുന്ന അലിയാർ തങ്ങളിൽ നിന്നിട്ടും അനന്തരാവകാശമായി കിട്ടിയ പടയത്തൊപ്പിലെടുത്ത് ധരിച്ചു, പടയങ്കി ഉടുത്തു.
ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ പൊന്നുമോളുടെ ഭർത്താവാകുന്ന അലിയാർ തങ്ങളിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ ദുൽഫഖാർ എന്ന് പറയുന്ന വാളെടുത്ത് കയ്യിൽ പിടിച്ചു. ദുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കുതിരേനെ അടുത്തേക്ക് വിളിച്ചു. പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ വല്യുപ്പാന്റെ സുന്നത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരടിക്കാൻ ഇതാ ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ ഭൂമുഖത്ത് കാണാൻ പ്രിയപ്പെട്ടവളെ, അല്ലെങ്കിൽ ആഖിറത്തിൽ സന്തോഷത്തോടെ കാണാൻ ദുആ ചെയ്യണേ. മഅസ്സലാം പറഞ്ഞു. എനിക്കിനി ആരാ ഉള്ളത്? നിങ്ങളും കൂടെ പോയാൽ പറയാൻ പാടില്ലേ പൊന്നെ? സഹോദരിമാരോട് ഞാൻ ചോദിക്കാം, പറയാൻ പാടില്ലേ? പോന്നതായ എല്ലാം പോയി, ആണുങ്ങൾ പോയി, പൊന്നോമനം മോൻ പോയി, ഒരു കുരുന്നുണ്ടായിരുന്നതും പോയി. ഇനി ഈ പനിച്ചെടുക്കണ പിള്ളേനെയും ഈ 2 പെൺപിള്ളേരെ ഇട്ടിട്ട് നിങ്ങളും കൂടെ പോയാൽ എനിക്കാരാൻ? മിണ്ടിയില്ല മോളെ, മിണ്ടിയില്ല. ചെല്ലിയ സലാമിന് മടക്കി വലൈക്കും അസ്സലാം റഹ്മത്തുള്ള പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അലിയാർ തങ്ങളുടെ വാള കയ്യിലിരിക്കുന്നത് മുന്നോട്ട് കുതിക്കുമ്പോൾ എതിരോട്ട് വരുന്നതായ മുഴുവൻ ശിരസ്സുകളും കൊയ്തു മുന്നോട്ട് കയറുകയാണ്. അത്ഭുതകരമായ നഷ്ടം. ശത്രുപക്ഷത്തെ ധാരാളം മനുഷ്യരുടെ കഴുത്തുകൾ തെറിച്ചു, തല തെറിച്ചു വീണു. ഈ സന്ദർഭത്തിലാണ് ഒരു യുദ്ധത്തിന്റെ തന്ത്രം, അല്ലാഹുവിന്റെ വിധി എന്ന് പറയാം. ശത്രുപക്ഷത്തുനിന്ന് ഒരു ഭയങ്കര ശബ്ദത്തിൽ ഒരു വിളിച്ചു പറയൽ, ആരാണടാ ഷഹർബാനത്തിനെ ആക്രമിക്കുന്നത്? ഏത് ഭർത്താവും കേട്ടാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു ശബ്ദം. സഹോദരിമാരെ, നിങ്ങളൊക്കെ ധരിക്കുന്നുണ്ടാവും എന്റെ ഭർത്താവ് ദുഷ്ടനാണ്, മഹാമോശക്കാരനാണ്, അക്രമിയാണ്, ധിക്കാരിയാണെന്നൊക്കെ. നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ, അപ്പൊ കാണാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടും പറയാണ്, നിങ്ങളുടെ ഭാര്യ ദുഷ്ടയാണ്, അവള് ഭദ്രകാളിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പൊ കാണാം. വളരെ നല്ല നിലയ്ക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പരിശ്രമിക്കട്ടോ. കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ മെയിൻ കുടുംബത്തിന് തട്ടുകൊടുത്തു എന്നാ ഇതിൻ്റെയൊക്കെ കാരണം. ഈ കുടുംബം തകർന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനം തീർന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ, ഉറങ്ങാതെ ഒന്ന് ശ്രദ്ധിച്ച്. തങ്ങള് സഹാബാക്കളോടൊരു വർത്താനം പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷകരമായ ജീവിതം വേണോ? ഭയങ്കര ചോദ്യം ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റബ്ബിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് വേണോ? ഇത് വേണ്ടാന്ന് പറയണവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇതാ ചോദ്യം. നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം വേണോ? സഹാബാക്കൾ കാത് കൂർപ്പിച്ച് കേൾക്കുകയാണ് എന്താണ് തങ്ങൾ തരാൻ പോണത്. ഒറ്റ മരുന്ന്, അഷ്റഫുൽ ഖൽഖ് നബിയന റസൂലുള്ളാഹി ഫൽയസിൽ റഹിമഹു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുറിക്കാതെ നോക്കിക്കോ. ഈ കുടുംബ ബന്ധത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ ഈ സമുദായത്തിലെ ഏറ്റവും ഈമാനുള്ള വ്യക്തിയായ എന്റെ പൊന്നെ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? ശ്രദ്ധിച്ചോ, ഇത് ഈ ഓസില്ലാദമിനെ നമ്മൾ ആദരിക്കുന്നതും ഈ പരിപാടിയൊക്കെ നടത്തുന്നതിനും വല്ല അടിസ്ഥാനം ഉണ്ടോന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. ഈ സമുദായത്തിലെ ഏറ്റവും ഈമാനുള്ള ആളാരാ? എന്റെ സമുദായത്തിലെ മൊത്തം ആളുകളുടെ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ എന്റെ ഹബീബ് സിദ്ദീഖിന്റെ ഈമാൻ വച്ചാൽ സിദ്ദീഖിന്റെ ഈമാനിന് തൂക്കമേറുമെന്ന് നബിയുന റസൂലുള്ളാഹി. എന്താണ് അതിന്റെ കാരണം? പറ. നമ്മൾ നിൽക്കിരിക്കണ ഒരു 5 നേരമല്ലേ മുമ്പിൽ തിരിച്ചുള്ളൂ. നമ്മൾ നോമ്പ് പിടിക്കണ അന്നല്ലേ മുമ്പിൽ നോമ്പ് പിടിച്ചോളൂ. പിന്നെ എന്താണെന്ന വിഷയം? ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനോട് മഹബത്ത് വെച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹം ഒരു വർത്താനം പറഞ്ഞു ഒരു ദിവസം. ഹദീസ് നോക്കിയാൽ കാണാത്. അദ്ദേഹം ഒരു വർത്താനം പറഞ്ഞു, എന്റെ കുടുംബം ഇന്ന അഹ്ലു ബൈത്തി അഖറബു ഇലയ്യ, എന്റെ കുടുംബത്തിനേക്കാൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് മുത്തനബി തങ്ങളുടെ കുടുംബത്തിനോടാണെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. എന്റെ മൂത്താപ്പ അവിടെ സുഖമില്ലാണ്ട് കിടക്കാണ്, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ റസൂലുള്ളാഹിന്റെ മൂത്താപ്പക്ക് ഒരു പനി ബാധിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ ഞാൻ കൊണ്ടുപോകും. എന്റെ മൂത്താപ്പ ഞാൻ വിടും. കുടുംബ ബന്ധം മുറിച്ചാൽ ഭയങ്കര കുഴപ്പമെന്നാ ഈ പറഞ്ഞത്. ഏത്? നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിതം കിട്ടൂല, ദീർഘായുസ്യം കിട്ടൂല. അത്ര ഗൗരവമുള്ള പോയിന്റാണ് ഇപ്പൊ ഇത്. ആ പോയിന്റിൽ സിദ്ദീഖാക്കുമ്പോൾ നിലപാട് നോക്കി, എന്റെ കുടുംബത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കും, ഞാൻ റസൂലുള്ളാഹിയുടെ കുടുംബത്തിനെ തെരഞ്ഞെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. പവർ മനസ്സിലായോ?
ഓഷല്ലാതെ പിന്നെ നമ്മൾ കൊടുക്കേണ്ട പരിഗണന എല്ലാം ഈ അടിസ്ഥാനത്തിലാണ്. ഇന്ന് കുടുംബമൊന്നും സമുദായത്തിനെ കാർന്ന് തിന്നുന്നൊരു ക്യാൻസറായിട്ട് മാറിയൊക്കെ ഇത്. ഞാൻ പറയാ രക്ഷപ്പെടില്ല. അനിയന്റെ 1 രൂപയും ചേട്ടനക്ക് വേണ്ട, ചേട്ടന്റെ 1 രൂപ പോലും അനിയനും വേണ്ട. പക്ഷെ 2 പടപ്പോഴും തമ്മിൽ മിണ്ടുവോ ഇല്ല, കയറിയിറങ്ങുമോ ഇല്ല. പെങ്ങടെ 1 രൂപ പോലും ആങ്ങളയ്ക്ക് വേണ്ട, ആങ്ങളുടെ 1 സഹായവും പെങ്ങൾക്കും വേണ്ട. തമ്മി കണ്ട മിണ്ടൂല, കയറിയിറങ്ങൂല. എന്താ അവസ്ഥ? അനിയൻ ചേട്ടനോട് മനസ്സോടെയാണ്, നിനക്ക് കാറുണ്ടെങ്കിൽ എനിക്കും ഉണ്ടാ കാറ്, നിനക്ക് കൊട്ടാരം ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ടാ കൊട്ടാരം, ഡാഷിന്റെ മോനെ. ഇതാണിപ്പോ അവസ്ഥ, ഇതാണിപ്പോ അവസ്ഥ. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. അതുപോലെ തന്നെ നമ്മൾ ഈ കാട്ടിൽ കിടക്കേണ്ട ആൾക്കാരല്ലാന്ന് തങ്ങൾ പഠിപ്പിച്ചെന്നെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയാണ്. നിങ്ങൾ ഈ ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ബന്ധം വേണം, അപ്പോഴേ ജീവിക്കുള്ളൂ. ആ ബന്ധം 3 നിലയ്ക്ക് അല്ലാഹു തആല നമ്മളെ കെട്ടിയേക്കണം. 3 നിലയ്ക്ക്. ഒന്നാമത്തെ ബന്ധം ഞാനീ പറഞ്ഞ കുടുംബബന്ധം, സ്വന്തം രക്തം, ജ്യേഷ്ഠൻ, അനുജൻ, ആങ്ങള, പെങ്ങളൊക്കെ. രണ്ടാമത്തെ ബന്ധം വിവാഹ ബന്ധം. ചെറിയ കാര്യമല്ല ഇത്. നിങ്ങളുടെ ഉസ്താദ് ഒരു കാക്ക സ്റ്റേജിൽ കയറിക്കുമ്പോ ആ കാക്കാനെ കൊണ്ടിട്ട് അങ്ങ് പറയിപ്പിക്കുക അവർ ചെറുക്കനോട്, സവ്വജത്തുക്ക ബിന്ദി, എന്റെ മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു. ആ പയ്യൻ പറഞ്ഞു ഞാനത് സ്വീകരിച്ചു. ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? മീസാക്കൻ ഗലീള. 2 ആള് സാക്ഷി നിന്നു. ശക്തമായ ഒരു ഉടമ്പടി നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. ഈ പയ്യനക്ക് ഈ പറഞ്ഞ കാക്കാടെ സ്വത്തിന് അവകാശം വന്നു. ആ കാക്കാടെ ഭാര്യ ഈ മോന്റെ ഉമ്മായായി. ഈ വന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് ഈ വന്ന ചെറുക്കന്റെ വാപ്പായുമായും അസൽ ഉമ്മായും ബാപ്പായുമായി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇത് ഇന്ന് ഈ പുതിയ തലമുറ പരിഗണിക്കുന്നുണ്ടോ? എന്നിട്ട് നാശാണ്, കുഴപ്പമാണ്, സമാധാനം ഇല്ലാന്നാണ് മറുപടി. കിട്ടൂല എന്നാണ് നിമിത്തങ്ങൾ. സമാധാനം കിട്ടൂല. നിങ്ങളുടെ സമാധാനം തകരുന്നതും നിങ്ങളുടെ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണങ്ങളും ഒന്നേ ഉള്ളൂ എന്നാണ്. ഇത് ആരെങ്കിലും ഇഷ്ടപ്പെടാത്തവരുണ്ടോ? എന്റെ പൊന്നാര ഹബീബമാരെ, സഹോദരിമാരെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടോ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് പിന്നെ മറിഞ്ഞടിയിരിക്കട്ടെ, എന്നെ ഹോസ്പിറ്റലിലേക്ക് വാരിയെടുത്ത് കൊണ്ടുപോയി, മക്കളൊക്കെ ഉണ്ട്, അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി. ഡോക്ടർമാരുടെ ഒരു സംഘം വന്നിട്ട് അങ്ങോട്ട് വളഞ്ഞു. പരിശോധിച്ചിട്ട് എന്റെ മോനെ വിളിച്ചിട്ട് ചെവിയിലൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പകുതി കണ്ണ് തുറന്നിങ്ങനെ കിടക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ മോനൊരു നടക്കം. ഞാൻ മോനെ വിളിച്ചു, എന്താ ഡോക്ടർ പറഞ്ഞെന്താ? അപ്പാ 10 ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ഇപ്പൊ തന്നെ 1 മണിക്കൂറിനുള്ളിൽ എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലെങ്കിൽ വാപ്പാടെ ജീവൻ അപകടത്തിലാണെന്ന്. നീ എന്താ? ഞാൻ എന്താന്ന് പറഞ്ഞാൽ 10 കോടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കടാ, എന്നെ എനിക്ക് ജീവൻ കിട്ടാൻ വേണ്ടി. ഇതല്ലേ ഞാൻ പറയുള്ളൂ. അത് എടാ 10 ലക്ഷം വേണ്ട, 10 രൂപ കിട്ടണ്ട, ഞാനങ്ങ് മരിച്ചോട്ടെ. നല്ല പറയലു പറയും. നിങ്ങൾ പറയായിരിക്കും, ഞാൻ പറയില്ല. 10 ലക്ഷം അല്ല, 1 കോടി കൊടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ അടക്കടാന്ന് പറയും. ഇതല്ലേ അവസ്ഥ? ആ അവസ്ഥ നിമിത്തങ്ങളിൽ പറയാം. നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? നിങ്ങൾക്ക് സമാധാനം വേണ്ടോ? ഒറ്റ മരുന്ന് നിങ്ങൾ കഴിച്ചാൽ മതി. കുടുംബബന്ധം. ഈ കുടുംബബന്ധത്തിന്റെ 2ാമത്തെ കണ്ണി ഇന്ന് സമുദായത്തിന്റെ പുതിയ തലമുറ വെട്ടി തകർത്ത് തരിപ്പണമാക്കുമ്പോൾ. ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മായ ഉമ്മ, അയാളുടെ ഉമ്മ ചുമ്മാ. എന്റെ വാപ്പ വാപ്പ, അയാളുടെ വാപ്പ കൂപ്പ. ഞാൻ പറയാ 3 ദുആ ഉത്തരവുണ്ടെന്ന് തങ്ങളൊരു വർത്താനം പറഞ്ഞു ഒരു ദിവസം. 3 ദുആക്ക് ഉത്തരവുണ്ട്. നിർത്തിയില്ല. ലാ ശക്ക ഫീഹിന്ന, യാതൊരു സംശയമില്ല. ഭയങ്കര വർത്താനം അത്. 3 ദുആക്ക് ഉത്തരവുണ്ട്, ഒരു സംശയമില്ല. എന്നിട്ട് അത് 1ാമത് പറഞ്ഞത് എന്താ? ദഅവത്തുൽ വാലിദി, മാതാപിതാക്കളുടെ ദുആ. നിന്റെ നൊന്ത് വെറ്റ ഉമ്മാടെ ദുആ മാത്രമല്ല, നിന്റെ രക്തത്തിന്റെ ബന്ധം ഉള്ളതായ നിന്റെ വാപ്പ മാത്രമല്ല, നിന്റെ ഭാര്യയുടെ ഉമ്മ, നിന്റെ ഭാര്യയുടെ വാപ്പ, അതിൽ അസൽ വാപ്പായും ഉമ്മയുമാണ്. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ വിവാഹിതനായാൽ ഇസ്ലാമിന്റെ 3 2 പൂർത്തിയാകുന്ന ചുമ്മാതെ അല്ല. ഒരു വാപ്പാടെ ഉമ്മാടെ കൂടെ വേറെ വാപ്പായും ഉമ്മയും വരുവാണ്. ഇതിനെ 2നെ ഒരുമിച്ച് കൊണ്ടു കിടക്കണം. ഉമ്മ പെണ്ണാണ്, പെങ്ങള് പെണ്ണാണ്, നാത്തും പെണ്ണാണ്, കെട്ടോളും പെണ്ണാണ്. ഈ ഉമ്മാനെയും പെങ്ങളെയും നാത്തൂനെയും ഒന്നും പിടക്കാതെ തന്റെ പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കണം. ചെറിയ പണിയല്ല അത് ഭർത്താവിന്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും.
നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ന് ഒരു 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 പെൺകുട്ടീനെ വളർത്തി വിവാഹം ചെയ്തയച്ച ഒരു ബാപ്പ, അതിനെ വളർത്തി പെറ്റ് വളർത്തി ഒരു നിലയിലേക്ക് എത്തിച്ച ഉമ്മ, അവർക്കൊരു സ്വപ്നം ഉണ്ടാവില്ല. ആ സ്വപ്നത്തിൽ ആ മോളെ വിവാഹം ചെയ്തയച്ചിട്ട് ആ മോള് കണ്ണീരിലായാൽ ബാബാ മുസ്ലിയാർ ദ്വാരക്കണ, ഒരു അരമണിക്കൂർ ദ്വാരക്കണ്ട. ആ വാപ്പാടെ ഉമ്മാടെ മനസ്സിൽ വരികയാണ്, ഓ റബ്ബേ, എന്റെ പൊന്നുമോക്കി അവസ്ഥ എത്തിയല്ലോ അല്ലാഹ്. ദുനിയാവില് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചവൻ ഒരു നിലയ്ക്കും രക്ഷപ്പെടൂല, അവന്റെ ജീവിതം കരിയുന്നുള്ളതിന് ഒരു ഉറപ്പില്ല. ആ ഉമ്മാടെ വാപ്പാടെ മനസ്സ് നൊന്തു, അല്ലാണ്ട് അവര് ദ്വാരക്കണ്ട. ആൺകുട്ടീനെ വളർത്തിയ ഉമ്മായും ബാപ്പായും, അവൻ വിവാഹം ചെയ്ത പെൺകുട്ടി വീട്ടിലേക്ക് വന്ന് കയറിയതിന്റെ ശേഷം, പഠിച്ചവനെ കല്യാണം കഴിക്കണതിന് മുമ്പ് എന്റെ പൊന്നുമോ ഞങ്ങൾക്ക് കരളാർന്നല്ലോ അല്ലാഹ്, ഇവള് വന്നതിന്റെ ശേഷം എന്റെ പൊന്നുമോൻ എന്റെ നേരെ നോക്കാൻ പോലും മടിക്കുകയാണല്ലോ റബ്ബേ എന്ന് ഒരു ഭർത്താവിന്റെ ഉമ്മ ചിന്തിച്ചു പോയാൽ, ഒരു ഭർത്താവിന്റെ വാപ്പ ചിന്തിച്ചു പോയാൽ, ആ പെൺകുട്ടിയുടെ ജീവിതം കരിഞ്ഞു. പോട്ടെ, ഞാനിത് പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ. ഞാൻ പറഞ്ഞെന്താണ്, കുടുംബ ബന്ധത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ സിദ്ദീഖുൽ പറയാ, ആ കുടുംബത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കും, എന്റെ റസൂലുള്ളാഹിയുടെ കുടുംബത്തിനെ ഞാൻ പരിഗണിക്കും. റസൂലുള്ളാഹിനെ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. നമ്മുടെ കുടുംബത്തിന് അതല്ല ഖുർആൻ പറഞ്ഞ അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്തുഹും. ഖുർആൻ അങ്ങനെ പറയണേ. എടോ, നിങ്ങളുടെ നഫ്സിനേക്കാളും നിങ്ങൾക്ക് പരിഗണന കൊടുക്കേണ്ടത് റസൂലുള്ളാഹിനെയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെന്ന് പറയുന്നത് സാധാ പെണ്ണുങ്ങളല്ല, നിങ്ങളുടെ ഉമ്മമാരാണ്. ആ റസൂലുള്ളാഹിയുടെ കുടുംബം മുഹാജിറുകളെന്ന് പറഞ്ഞ ആരാ പറ? എല്ലാം ഒഴിവാക്കി നാടും വീടും നമുക്ക് ഇതൊക്കെ പറ്റുമെന്ന് ചോദിക്കണം. എല്ലാം ഒഴിവാക്കി അള്ളാന്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടി മദീനത്തേക്ക് യാത്ര ചെയ്തവരല്ലേ മുഹാജിറുകള്. അവരെക്കാളും ഞാൻ പരിഗണന കൊടുക്കേണ്ടത് റസൂലുള്ളാഹിയുടെ കുടുംബത്തിനാണെന്ന് പറഞ്ഞാൽ, ഓസല്ലാദവിന്റെ ആണ്ടിന് പവറുണ്ടോ എന്റെ പൊന്നെ? ശ്രദ്ധിക്ക്, പവറുണ്ടോ? ഞാൻ നിർത്തും അവിടെ, ശ്രദ്ധിച്ചോ. ഓസല്ലാദവിന്റെ ആണ്ടിലൂടെ നമ്മൾ എന്താ നേടിയെടുക്കേണ്ടതെന്നൊരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നിർത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചു. അല്ലാഹു തആല പറയുന്നത് വിവരമില്ലാത്ത എനിക്കും കേൾക്കുന്ന അള്ളാഹിന്റെ അടിയാറുകളായ നിങ്ങൾക്കും ഇരുലോകത്തും ഫലപ്പെടുന്ന നാഫിയ ഇൽമാക്കി ഇതിനെ കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ ശബ്ദം അങ്ങ് കേട്ടപ്പോൾ പെട്ടെന്നൊന്ന് തല വെട്ടിച്ചു. ആ വെട്ടിച്ചതിൽ ശത്രു മുതലാക്കി ഹുസൈൻ തങ്ങളുടെ ശിരസ് മുകളിലേക്ക് തെറിച്ചു. അതിങ്ങനെ കുന്തത്തേല് നാട്ടിപ്പിടിച്ചിരിക്കുകയാണ് ശത്രു. ഈ പട്ടാള മേധാവിയും ഭരണാധികാരിയുമാകുന്ന ഉമർ വാസാദും ഇബ്നു സിയാദും കൂടെ നേരെ തമ്പിലേക്ക് വന്നു. ശ്രദ്ധിച്ചോളണം, സഹോദരിമാർക്ക് വേണ്ടി പറയാണ്. തമ്പിലേക്ക് വന്നിട്ട് ബഹുമാനപ്പെട്ട ഷഹർബാനത്ത് ബീവിയുടെ ഈ മുഖത്ത് മൂടിയിട്ടിരുന്ന തുണിയങ്ങ് പൊക്കി, ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ നിറകടമാകുന്ന മുഖമങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, സ്വന്തം പൊന്നുമോൻ ഷഹീദായതിന്റെ പേരിൽ മിണ്ടാതിരുന്ന തള്ള, കുഞ്ഞുമോനെ ക്രൂരമായി കശാപ്പ് ചെയ്തതിൽ മിണ്ടാതിരുന്ന തള്ള, തന്റെ ഭർത്താവിനെ തുണ്ടം തുണ്ടമാക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരുന്ന തള്ള, ചീറുന്ന ഈറ്റപ്പുലിയായിട്ട് മാറി ജനങ്ങളെ. ഇതങ്ങോട്ട് പൊക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഷഹർബാനത്ത് ബീവി ചോദിച്ചു, വൃത്തികെട്ട നായയെ അങ്ങനെ വിളിച്ചത്? പട്ടാള മേധാവിനെ ഭരണാധികാരിനെ വിളിക്കുന്നു. എന്റെ മുഖം കാണാൻ നിനക്ക് എന്താണടാ അധികാരമുള്ളത്? എന്റെ ഭർത്താവ് ഹുസൈൻ തങ്ങളുടെ ഉണ്ടെങ്കിൽ എന്റെ മുഖത്തെ തുണി തൊടാൻ നിനക്ക് ധൈര്യം വരുമോ? ആ മുഖമക്കനെ മൊത്തം വലിച്ചങ്ങോട്ട് കീറി. ബഹുമാനപ്പെട്ട ഷഹർബാനത്ത് ബീവിയെ കുതിരയുടെ ഒരു ഭാഗത്തേക്ക് കയറ്റി നീളത്തിൽ അങ്ങോട്ട് കിടത്തി. പനിച്ചു കിടക്കുന്ന ഷീനുല്ലാബിദി എന്ന് പറയുന്ന മോനെ കുതിരയുടെ മറുഭാഗത്തും കിടത്തി. എന്നിട്ട് ഈന്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറുകൊണ്ട് അങ്ങോട്ട് വരിഞ്ഞു കെട്ടി. മുന്നില് കുന്തത്തിന്റെ മുകളിൽ നാട്ടിയതായ ഹുസൈൻ തങ്ങളുടെ ശിരസ്, അതിന്റെ തൊട്ടുപുറകെ ഈ രീതിയിൽ പാകപ്പെടുത്തിയ കുതിര, അതിന്റെ പുറകിൽ ജനങ്ങള്. കർബലായിൽ നിന്നും കൂഫയിലേക്ക് പ്രകടനം. ഖൂലൂ തക്ബീർ, അല്ലാഹു അക്ബർ. കൊല്ലുന്നവരും വിളിക്കുന്നത് അല്ലാഹു അക്ബറാണ്, കൊല്ലപ്പെടുന്നവരും വിളിക്കുന്നത് അല്ലാഹു അക്ബറാണ്. ഇവിടെ എന്താ വ്യത്യാസം പറ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അവമതിച്ച അവഗണിച്ച ഭരണാധികാരിയെ നിലനിർത്തുകയില്ല എന്നുള്ള തീവ്രമാകുന്ന നിലപാട് അതവിടെ ഉണ്ടായി.
കൂഫയിലേക്ക് എത്തിച്ചതായ ആ ശിരസ് നേരെ മദീനത്തേക്ക് കൊണ്ടുപോയി ചെന്ന് ഒരു തളികയിൽ വെച്ച് അബൂ യസീദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ, അബൂ യസീദ് എന്ന് പറയുന്ന മനുഷ്യനെ വേറെ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ശിരസ് ഇങ്ങനെ അങ്ങോട്ട് കണ്ടപ്പോൾ വാരിയെടുത്ത ശിരസ് നെഞ്ചത്തേക്ക് ചേർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പൊന്നാര റസൂലുള്ളാഹിന്റെ പേരക്കുഞ്ഞിനോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലല്ലോ. ആ ശിരസ് കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ അടക്കി. അതാ നമ്മൾ കാണുന്നത്. ഫാത്തിമാവിന്റെ അടുത്ത്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്, ഹുസൈൻ തങ്ങളുടെ അടുത്ത് ഒരു ശിരസ് കൂടി അടക്കിയിട്ടുണ്ട്. ഭരണാധികാരി ഷഹർബാനത്ത് ബീവിക്കും ഈ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മോനും പെൺകുട്ടികൾക്കും നല്ല ഉന്നതമായ താമസ സൗകര്യങ്ങൾ കൊടുത്ത് മദീനയിൽ താമസിപ്പിച്ചു. 18 വയസ്സെത്തിയപ്പോൾ ഈ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മോൻ, മദീനയുടെ ഇമാമായി അധികാരമേറ്റ മോൻ, മദീനത്തെ മസ്ജിദ് നബിയുടെ മെമ്പറിൽ നിന്നുകൊണ്ടിട്ട് പ്രഖ്യാപിച്ചു, അന ഇബ്നു മക്ക അന ഇബ്നു മദീന. ഞാൻ മക്കയിൽ ജനിച്ച റസൂലുള്ളാഹിന്റെ മോനാണ്, ഞാൻ മദീനയിൽ വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മോനാണ്. ആ മോന്റെ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഔസുൽ സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മനസ്സിലായോ? അങ്ങനെയാണ് ആ പരമ്പര അല്ലാഹു തആല നിലനിർത്തിയത്. ഈ ഔസുൽ സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാടെ ഉമ്മാടെയൊക്കെ സ്വഭാവം എടുത്ത് നോക്കിയാൽ ഒരു ഹലാലല്ലാത്ത ഒരു പിടി ഭക്ഷണം കഴിച്ചതിന്റെ ചരിത്രം ഉണ്ടാവില്ല. വലിയ ചരിത്രങ്ങളൊക്കെ പറയുന്നത് എൻ്റെ പിന്നെ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഔസുൽ മുഹയ്യിദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ജനിച്ചങ്ങോട്ട് വീട് കഴിഞ്ഞിട്ട് മുല കൊടുത്തപ്പോൾ അവിടെ മുഹയ്യിദ്ദീൻ മാലയിലുണ്ട് ഇതൊക്കെ. മുതലായ റമളാനിൽ 30 നാൾ, മുതലായ റമളാനിൽ മുല കൂടിക്കുങ്കാൽ, മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കുങ്കാലം മുലനെ തോടാത്തോവർ. പകലന്തിയോളം മുല തൊട്ടില്ല. കുഞ്ഞിലേ തുടങ്ങിയെന്നായി പറഞ്ഞ, ചെറിയ ആളല്ല. 25 ആണ്ടോളം ചുറ്റി നടന്നവർ. ബഹുമാനപ്പെട്ടവർ പറയുന്ന മാലയിൽ പറയേണ്ടത് 25 കൊല്ലം ഭൂമി കൂടെ ഇങ്ങനെ കറങ്ങി എന്ന് പറഞ്ഞാൽ താടി ഒതുക്കാതെ, മുടി വെട്ടാതെ, പല്ല് തേക്കാതെ, പച്ചത്തുണിയൊക്കെ പൊതച്ചുകൊണ്ടിട്ട് ഇങ്ങനെ വെളിവില്ലാണ്ട് നടന്നു എന്നല്ല ഈ പറയുന്നത്. ഈ 25 ആണ്ടോളം ചുറ്റിയടന്നു. ഞാൻ നടത്ത എങ്ങനെയാന്ന് പറഞ്ഞോ, ഭൂമി ഒരുണ്ട പോലെ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ 25 കൊല്ലത്തെ നടത്തത്തിന്റെ ശൈലി, ജീവിതത്തിന്റെ ശൈലി. എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ചിന്ത. ഈ ദുനിയാവിനെ മൊത്തം ഒരു ചോടെന്ന് പറഞ്ഞാൽ അത്ര മാത്രം പിന്നെ ലഘുവായ നില, എത്രമാത്രം ചുരുങ്ങിയ നിലയിൽ ഈ ദുനിയാവിനെ മനസ്സിലാക്കാനുള്ള കരുത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായി എന്നായി പറയണേ. അങ്ങനെ ചുറ്റി 25 ആണ്ട് ചുറ്റി നടന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ നാവിൽ നിന്നും പതിവായി ഡെയിലി 111 പ്രാവശ്യം മുഴങ്ങിക്കൊണ്ടിരുന്ന തസ്ബീഹാണ് നമ്മൾ ഇന്ന് മുഹയ്യിദ്ദീൻ റാത്തീബിൽ ചെല്ലുന്ന അസ്മാഉൽ ഹുസ്ന. എല്ലാ ദിവസവും 111 പ്രാവശ്യം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ റഹീം യാ മലിക് യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ, അങ്ങനെ യാ സബൂർ വരെ 99 നാമങ്ങൾ. ഇന്ന ലില്ലാഹി തആല 99 ഇസ്മാ, പടച്ചതമ്പരാന് 99 പേരുകളുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. ഖുർആൻ പറയുന്നു ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ, അല്ലാഹുവിന്റെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പ്രതിസന്ധി നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. പ്രതിസന്ധി നേരിടുമ്പോൾ അവിടുന്ന് ഫുൾഡോസർ വരുന്നുണ്ട്, ബോംബ് വരുന്നുണ്ട്, യുദ്ധ വിമാനങ്ങൾ വരുന്നുണ്ട്, അപകടങ്ങൾ വരുന്നുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ നബിയിന റസൂലുള്ളാഹി. നിങ്ങളുടെ ആയുധം ആ സന്ദർഭത്തിൽ ദുആയായിരിക്കണം. എങ്ങനെ ദ്വാരക്കണം? ഖുർആൻ പഠിപ്പിക്കാൻ അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ട് നിങ്ങൾ ദ്വാരക്കണം. ലഖദ് ദഅല്ലാഹു ബിസ്മിൽ അദീം അല്ലദീ അജാബ. അഹ്ലു ബൈത്തിലൂടെ അല്ലാഹനെ ഓർക്കണമെന്ന് പറഞ്ഞ് ഓർക്കേണ്ട ശൈലിയായി പറഞ്ഞത്. ലഖദ് ദഅല്ലാഹു ബിസ്മിൽ അദീം അല്ലദീ അജാബ, പടച്ചതമ്പുരാന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാരനാ നിങ്ങളുടെ ദ്വാക്ക് ഉത്തരവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രതിസന്ധിയിലെല്ലാം ദ്വാ കൊണ്ടിട്ട് രക്ഷപ്പെട്ട ചരിത്രം എന്തോരം വേണം? മക്കയിൽ ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ പറ്റാണ്ടായപ്പോഴല്ലേ കയ്യങ്ങോട് നോക്കിയത്.
രണ്ട് ഉമറ പഠിച്ചവനെ ഇവിടെ മുന്നിലിരിക്കുന്നത്, രണ്ടാലൊന്നിനെ ഹിദായത്ത് കൊടുത്തോണ്ട് ഈ സമുദായത്തിൽ നിന്ന് രക്ഷാരണ റബ്ബേ എന്നങ്ങ് കൈവക്കി ദ്വാർന്നു. ചുറ്റോട്ടത്തിൽ ആമീനും പറഞ്ഞു. കൈ താത്തിയപ്പോഴത്തേക്കും ഇതേ വന്നുകൊണ്ടിരിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായിട്ട് ലോകധിക്കാരി. ആൾക്കാർ ചോദിച്ചു, എങ്ങോടാ ഉമറേ? മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ കഴിക്കാൻ. എല്ലാവരും വിഷമിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല മനുഷ്യനാണ്, എല്ലാവരും പറയുന്നു അല്ല മീൻ. അതിന്റെ കഥ ഇപ്പൊ തന്നെ തീരും. കാരണം വാളൂരിയേക്കണത് ഉമറാണ്, രക്ഷയില്ല. എന്താ ഉണ്ടായത്? ആ ഊരിപ്പിടിച്ച വാളുമായി ഇങ്ങ് വന്ന മനുഷ്യൻ ആ വാള് വലിച്ചെറിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. എവിടെന്നാ ഇതുണ്ടായത്? ദുആ കണ്ടിട്ടുണ്ടായതാണ്. മദീനയിൽ നിന്നും 80 കിലോമീറ്റർ ചവിട്ടി, കാലിൽ ചെരുപ്പില്ല, ഉടുതുണിക്ക് മറുപണിയില്ല, പകലൊക്കെ നോമ്പ്, ഒന്നും തിന്നണില്ല, രാത്രി ഒന്നും തിന്നാനില്ല, പട്ടിണി. നേരെ ബദറിലേക്ക് എന്നിട്ട് ഒരു തമ്പടിച്ചിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കയറി നിസ്കരിച്ചിട്ട് കയ്യങ്ങോട്ട് വെക്കി. അല്ലാഹുമ്മ ഹാദാ ഖൗമുൻ ജിയാഉൻ, എന്റെ കൂടെ വന്നേക്കുന്നവർ വിശക്കുന്നവരാണ് റബ്ബേ, ചെരുപ്പില്ലാത്തവരാണ് റബ്ബേ, തുണി ഉടുക്കാനില്ലാത്തവരാണ് റബ്ബേ. ഇതുങ്ങളെ പരാജയപ്പെടുത്തിയ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആളുണ്ടാവില്ല റബ്ബേ. എന്തുണ്ടായി? ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ദുആ അങ്ങോട്ട് കഴിഞ്ഞു. 4000 എണ്ണം അങ്ങോട്ട് ഇറങ്ങി. സഹീഹ് ബുഖാരി എടുത്ത് പറയുന്നുണ്ട്, അതിൽ 1000 എണ്ണം സഹാബാക്കളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങി. ബുഖാരി എടുത്ത് നോക്കിയ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വാള്, മീകായിൽ അലൈഹി ഇസ്ലാമിന്റെ തലയെക്കെട്ട്, ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ പരിച, അസ്രായിൽ അലൈഹി ഇസ്ലാമിന്റെ പടച്ചട്ട ഒക്കെ എടുത്തു പറയുന്നുണ്ട്. ദുആ കൊണ്ട് കിട്ടിയില്ലേ? കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടേണ്ട മാതിരി ദുആ ചെയ്യണം. ഇവിടെ എല്ലാം ദുആ ചെയ്ത് അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ടാ. അതാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹുവിന്റെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആരക്ക്. അള്ളാഹിന്റെ പേര് വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് ഉത്തരവുണ്ട്. അതാണ് ഓശല്ലല്ലാഹ് നമുക്ക് കാണിച്ചെന്നത്. നമ്മുടെ മുൻഗാമികളൊക്കെ പകർത്തിയത് അതാണ്. എങ്ങനെ പകർത്തി? ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ നേർച്ചയാക്കും, പഠിച്ചവനെ മുഹിയുദ്ദീൻ റാത്തീബ് ചൊല്ലിയാക്ക അല്ലാഹ്. അയലക്കംകാരെ വിളിക്കും, ആലിമീങ്ങളെ വിളിക്കും, മുത്താലിങ്ങളെ വിളിക്കും, തങ്ങന്മാരെ വിളിക്കും, മുറിയൊക്കെ ഭംഗിയാക്കും, സുഗന്ധമൊക്കെ പൂശും. എല്ലാവരും കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് ഒത്തുകൂടും. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും, അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഴി അന്തൽ ഹാദി അന്തൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ അസീസ് യാ ഗഫാർ യാ ജലീലു യാ ജബ്ബാർ യാ അഹദ് യാ സമദ് യാ വിതർ യാ മൗല. അതിന്റെ ഇടയ്ക്ക് ഹാ ഹൂ ഹി ഹയ്യൻ. കളിയാക്കാൻ നിൽക്കണ്ട. കളിയാക്കുന്നത് കൊണ്ടിട്ട് സംഗതി വലിയ അപകടം പറ്റും. ചെയ്യാതിരിക്കുന്നത് പോലെ അല്ല കളിയാക്കല്. ഒരാൾ നിസ്കരിക്കണില്ല, അയാൾ ഇസ്ലാമിന് വെളിയിൽ പോവൂല. അയാൾക്ക് നിസ്കരിക്കാത്തതിന്റെ ഒരു ശിക്ഷയുണ്ട്. അങ്ങനെയാ കാര്യം. ആ സ്ഥാനത്ത് ഒരാൾ പറയാൻ, എടാ ലോഹറും അസുറും ഒന്നും പ്രായോഗികമല്ല, അതൊക്കെ വെറുതെ മൂല്യന്മാരുണ്ടാക്കിയതാണ്. രാവിലെ ജോലിക്ക് പോണതിന് മുമ്പ് സുബഹിക്കിരിക്ക, ജോലി കഴിഞ്ഞു വന്നിട്ട് മഗ്‌രിബ് ഇശാ നിസ്കരിക്ക. പുറത്തു പോയോ? ഇതാണ് ആക്ഷേപിക്കലും നിന്ദിക്കലും ഗൗരവമുള്ളതാ. എടാ മുഹിയുദ്ദീൻ റാത്തീബ് ശിർക്കാടാന്ന് പറയണവൻ പുറത്തുപോയി. എന്തുകൊണ്ടാണ് നീ പുറത്തു പോണത്? നാടൻ കാക്കായല്ല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടോ ഇബ്നു അബ്ബാസ് ഞങ്ങൾ ആരാന്ന് ഉസ്താദ്മാരോട് ചോദിച്ചു മനസ്സിലാക്ക്. റഈസുൽ മുഫസ്സിരീൻ എന്നാണ് അഡ്രസ് കൊടുത്തിരിക്കുന്നത്. ഖുർആൻ ഈ സമുദായത്തിന് ഏറ്റവും നന്നായി വിശദീകരിച്ചു കൊടുത്ത സഹാബി ആരാത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സായിഫി കിടപ്പുണ്ട്, പോയി കാണ്. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ അംതദിഹക, തങ്ങളെ പുകഴ്ത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന നബിയെ, എന്നെ ആരും പുകഴ്ത്തണ്ട. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞേ? ഖുൽ, എന്നെ പുകഴ്ത്തി പറഞ്ഞോ, എന്നാൽ ലാ യഫ്ളില്ലാഹു ഫാക, നിന്റെ നാക്കിൽ അനർത്ഥം വരൂല. മൗലൂദിന്റെ പവർ മനസ്സിലായോ? പുകഴ്ത്തി പറഞ്ഞാൽ പുകഴ്ത്തിയതിന് തെളിവുണ്ടോ? ഞാൻ എടുത്തു തരാം, പൊന്നെ ഹദീസുകൾ എടുത്തു തരാം, സഹിയായ ഹദീസുകൾ എടുത്തു തരാം. മദീന പള്ളിയിൽ മൗലൂദ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സഹാബാക്കൾ കയറി, മക്കളുടെ അടുത്തേക്ക് നബിത്തങ്ങൾ കയറി വന്നു. ആ ചെറിയ മിസ്കാത്തിനകത്തോണ്ട് ഈ പറഞ്ഞ ഹദീസ്. എല്ലാം പറയാനുള്ള സമയമല്ല ഇത്. ഞാൻ പടച്ചോനോർത്ത് പറയാണ്, അംഗീകരിക്കാൻ കഴിയില്ലേ? ആക്ഷേപിക്കാൻ നിൽക്കണ്ട. ഞാൻ വെല്ലുവിളിക്കാടോ, മുഹിയുദ്ദീൻ റാത്തീബിനകത്ത് അസ്മാഉൽ ഹുസ്ന അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. മുസ്ലിയാരെ ഹാ ഹൂ ഹി ഹയ്യുൻ, അതെന്താ?
നിങ്ങളുടെ ഹാർട്ടിനൊരു കംപ്ലൈൻറ്റ്. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു പോയി ECG എടുത്തുണ്ടാവുന്നു. അങ്ങനെ നിങ്ങൾ പോയി ECG എടുത്തു. ECG എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ വന്നു. ആ പേപ്പർ ഇങ്ങനെ കുറെ കുത്തിവരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ആയുർവേദ ഡോക്ടറാണ്. അയാൾ നല്ല മുഴുവെടുക്കണ, എത്ര മാറാത്ത രോഗം മാറ്റുന്ന ആളാണ്. നിങ്ങൾ ആ വൈദ്യരുടെ അടുത്തേക്ക് എന്നിട്ട് വൈദ്യരെ എൻ്റെ ഹാർട്ടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ECG എടുക്കാൻ പറഞ്ഞപ്പോൾ അയാളെ കാണാൻ പോകണ്ടല്ലോ, വൈദ്യരൂടെ ഉണ്ടല്ലോ, അതെ ഇതൊന്നും നോക്കിക്കാൻ എന്താ കുഴപ്പം? അതെ എനിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ആ ഡോക്ടറാണോ ഇത്? അയാൾ പറഞ്ഞു ഇത് അയാൾ നോക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, മുകളിലേക്ക് ഒരു വരാം, താഴത്തേക്ക് വരാം, പിന്നെ അങ്ങോട്ട് വരാം, പിന്നെ ഇങ്ങനെ അതിൻ്റെ ഇടയപ്പോടെ കുറച്ച് കുത്തി വരാം. അത് അവിടെ രക്ഷയില്ലാണ്ട് പറഞ്ഞപ്പോൾ ഇയാളെ ഓർത്തോനെ കൊണ്ടേ കാണിച്ചു. ഓർത്തോ ഇയാളുടെ കൂട്ടുകാരനാ. ഹബീബേ നമ്മളെ ഡോക്ടർ പറഞ്ഞിട്ടാണ് എൻ്റെ ഹാർട്ടിന് എന്തോ കുഴപ്പമില്ല, ഞാൻ ECG എടുത്ത് നോക്കി. അതേ ഞാൻ നോക്കിയാൽ മനസ്സിലാവില്ല. അത് നിങ്ങളാ പറഞ്ഞ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഇല്ലേ, അയാളെ കൊണ്ടേ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. എടാ നീ ഹാ ഹൂ ഹി ഹൈ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന്. അത് ത്വരീഖത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾക്കാണ് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന പാവങ്ങളൊക്കെ അത് പറയണെന്തിനാ? അതൊരു ബർക്കത്തിന് പറയാൻ. കാരണം എന്താ? അത് കേട്ട മുരീദന്മാരാണ് എഴുതി വെച്ചത്. അതെന്താ പറഞ്ഞത്? എല്ലാ ദിവസവും 111 പ്രാവശ്യം ചൊല്ലി, ഓരോ ഇസ്മോളും 111 പ്രാവശ്യം ചൊല്ലി. ആരെ? ഹുസൈൻ സുൽത്താൻ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞ് എൻ്റെ ശേഷം ഇരുന്നിട്ടൊരു വർത്താനം പറഞ്ഞു, ലാ ഇലാഹ എന്നുള്ള ഹാ കേട്ടോണ്ടിരുന്നവൻ കേട്ട് ഇത്രേ ഉള്ളൂ. ലാ ഹാ ഹൂ ഹി ഹയ്യ്. ഓസില്ലാതെ എന്താ പറഞ്ഞത് ചോദിച്ചപ്പോ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹയ്യുൻ. ഹാ ഹൂ ഹി. ഒന്നിനെ കളിയാക്കാൻ നിൽക്കണ്ടെന്നേ പറഞ്ഞു. ഇങ്ങനെ ഒരു 1-2 ശബ്ദം അവിടെ ഇവിടെ അതിനകത്തുണ്ട്. ബാക്കിയുള്ളതെല്ലാം അസ്മാഉൽ ഹുസ്നയല്ലേ. നോക്ക്, ഇതെല്ലാം അങ്ങോട്ട് ചൊല്ലിയിട്ട് കൈവക്കിയിട്ട് എന്താടോ പറയണ പറ. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. റബ്ബേ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. റബ്ബേ നീ ഞങ്ങൾക്കത് വീട്ടി തരണം തമ്പുരാനെ. ഹസ്ബുനല്ലാഹു നിഅ്മൽ വക്കീൽ നിഅ്മൽ മൗലാ വ നിഅ്മൻ നസീർ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സമർപ്പിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ മതി തമ്പുരാനെ. വല്ല കുഴപ്പമുണ്ടോ ഇതിനകത്ത് പറ? അസ്മാഉൽ ഹുസ്ന ഓതി ആവശ്യപ്പെടാൻ ഖുർആൻ പറഞ്ഞല്ലേ? അതേ വല്ല ഹദീസ് പറഞ്ഞതോ? ആ ഖുർആന്റെ വ്യാഖ്യാനമല്ലേ നബിത്തങ്ങൾ പറഞ്ഞത്? അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ഓതി ദുആ ചെയ്തോ, അവിടെ ദുആക്ക് ഉത്തരവുണ്ട്. ഇന്ന് അതിന്റെ കാലമാണോ പറ? മുമ്പൊക്കെ നമ്മുടെ കാരണന്മാർ അവരുടെ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് റാത്തീവ് നെയ്യത്താക്കിയെങ്കിൽ ഇന്ന് എല്ലാവരും റാത്തീവ് നടത്തേണ്ട കാലമാണോ പറ? അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അള്ളാന്റെ പേര് വിളിച്ചിട്ടേ ചോദിക്കണേ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് മുസ്ലിയാരെ 1000 രൂപ എനിക്ക് കടം തട്ടിക്ക്, ഞാൻ ഈ മാസം 30-ാം തീയതി അങ്ങ് തിരിച്ചു തരാം. ഞാൻ കണ്ണ് കഴിച്ചിട്ട് നോട്ടം നോക്കും നിങ്ങളുടെ. ഞാനിവിടെ കാശികടം വരാൻ ഞാൻ വാങ്ങി വെച്ചോടിക്കണം പോടാ പറഞ്ഞു 2 തെറിയും പറയും. നേരെ മറിച്ച് വേറൊരാൾ എൻ്റെ അടുത്തേക്ക് വരുവാണ്. അയാൾ എൻ്റെ എല്ലാ പേരും വിളിച്ചു. എനിക്ക് ഒരു പേര് മാത്രമല്ലേ ഉള്ളൂ, ബാമുസ്ലിയാർ നിങ്ങൾ കേട്ടേക്കണ പേരാ, വേറെ പേരുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ബാവക്കൊച്ചെന്നാണ്. എൻ്റെ വാപ്പാൻ്റെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ബാവുകുഞ്ഞെന്നാണ്. എൻ്റെ നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്, അവരെന്നെ വിളിക്കുന്നത് കുഞ്ഞുംബാവു എന്നാണ്. ഞാൻ കുറച്ചാൾ പള്ളിക്കൂടത്തിൽ പോയി. അപ്പം അവിടെ സാറുമാരും ടീച്ചർമാരും ഒക്കെ എന്നെ വിളിക്കുന്നത് ബാവാന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഓതാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരൊക്കെ എന്നെ ബാവയിലായിരുന്നായി. പിന്നെ താടിയൊക്കെ ഇങ്ങനെ നരച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ബാവ ഉത്താതെന്നായി. നിങ്ങളിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മാടെ വീട്ടിലെ ബാവക്കൊച്ചേ, വാപ്പാടെ വീട്ടിലെ ബാവുക്കുഞ്ഞേ, നാട്ടുകാരുടെ കുഞ്ഞും ബാവുവേ, പള്ളിക്കൂടത്തിലെ ബാവായേ, ഞങ്ങളുടെ ബാവ മുസ്ലിയാരേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബാവ ഉസ്താദേ, 1000 രൂപ എനിക്ക് കടം താട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ 30-ാം തീയതി തിരിച്ചു തരാം. ഇല്ലേ ഞാൻ ഈ ഉസ്താദിനോട് കടം മേടിച്ചു തരൂലേ? ഇല്ലേ അമീരാജിന്റെ കടം മേടിച്ചു തരൂലേ? എന്താ ആ ചോദ്യത്തിന്റെ പവർ? അതാണ്. ഇതാ യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം. ഭയങ്കര പവറാണ്, ഭയങ്കര പവറായത്. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, നബിയുടെ വർത്താന.
അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നാ നിങ്ങൾ സ്വർഗത്തിൽ കടന്നു. ആ അസ്മാഉൽ ഹുസ്നയെ ചൊല്ലണത്. അതിന്റെ പേര് മുഹ്യിദ്ദീൻ റാത്തീബ് എന്നായിരുന്നു മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് ചെല്ലേണ്ട കാലമാണോ എന്ന്? അതേ കഴുത്തെ കൈയെട്ടിക്കൊണ്ടിട്ട് ഇതിനൊക്കെ ആക്ഷേപിക്കേണ്ട കാലമാണോ? ഈ ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയൊന്നും നല്ലതിനൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നബിത്തങ്ങളെ ഒഴിവാക്കുന്ന ഒന്നിന്റെ പേരാണ് ബിദ്അ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ ഒഴിവാക്കുന്ന ശൈലി. സുന്നത്തിനെ ഒഴിവാക്കിയ പിന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കുഴപ്പാ. നേർക്ക് നേരെ ഹദീസുണ്ട്. യഅതി സമാനുന ഉമ്മത്തി യഫറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ യവതലിമുല്ലാഹു ബി സലാത്തി ബലിയാത്തിൻ യർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബിഹിം യുസല്ലിത്തുല്ലാഹു അലൈക്കും സുൽത്താനൻ ളാലിമാ യഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ. ഉലമാക്കളെ ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ എന്നെ ഈ പയ്യിരിക്കുന്ന പാവപ്പെട്ട ഉസ്താദിനെ ആക്ഷേപിക്കണമെന്നല്ലേ പറയണേ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഓസില്ലാതെ ആലിമല്ലേ. ഫുഖഹാക്കളെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ എടാ എന്തിനാടാ മദ്ഹബ് എന്ന് ചോദിക്കുന്ന കാലം. ഖുർആനും ഹദീസും നമ്മുടെ കയ്യിലില്ല, പിന്നെ മദ്ഹബ് എന്തിനാ ചോദിക്കുന്നവരും നമ്മുടെ ഇടയിലില്ലേ? മദ്ഹബ് എന്തിനാന്ന് ചോദിക്കുന്നവൻ നബിസങ്ങൾ തങ്ങളുടെ ജീവിതം എന്തിനാന്നായി ചോദിക്കണേ. ഖുർആൻ മനപ്പാടമാക്കിയ സഹാബാക്കൾ തീർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഖുർആൻ രേഖപ്പെടുത്തി മുസാഫാക്കിയ ഉസ്മാൻ തങ്ങൾ ഇറക്കി തന്നത്. റസൂലുള്ളാഹി ഇറക്കി തന്നതല്ല ഖുർആൻ. നീ മുസാഫൊന്നും ഉസ്മാൻ തങ്ങളെ രൂപപ്പെടുത്തി തന്നത്. റസൂലുള്ളാഹിയുടെ കാലത്തുള്ളത് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ മുസാഫൊക്കെ കൊടുത്ത് അറബിക്കടലിൽ ഇടേണ്ടി വരും. ഉസ്മാൻ തങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയത് എന്തിനാണ്? ഖുർആൻ മനപ്പാടമാക്കി ഹാഫിളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാവിയിൽ ഖുർആനകത്തൊരു ഹർഫും തെറ്റ് വരാൻ പാടില്ല. അത് രേഖപ്പെടുത്തണം. സർവ്വ ഹാഫിളുകളെ വിളിച്ചു, പലകേലം എഴുതി, ഓലേലം കൂടെ എഴുതി, തോലേലം കൂടെ എഴുതി, എന്നിട്ട് എല്ലാം കൂടെ ഒരു രൂപപ്പെടുത്തി പുസ്തകമാക്കി സമുദായത്തിനോട് സമർപ്പിച്ചു. ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചത് നബിത്തങ്ങൾ ജീവിച്ച് കാണിച്ചതിന്റെ പേരാണ് ഈ സുന്നത്ത്. അതിന്റെ പേരാണ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചവനെ റസൂലുള്ളാഹിന്റെ ഇബാദത്തിന് ദുനിയാവിൽ നിലനിൽക്കണമല്ലോ. സഹാബാക്കൾ മൗത്തായി പോവല്ലേ. തങ്ങൾ നിസ്കരിച്ച എങ്ങനെയാണെന്ന് ബുഖാരി നോക്കിയാൽ കിട്ടുമോ? തങ്ങൾ മയ്യത്തൊളിപ്പിച്ച് എങ്ങനെയാണെന്ന് മുസ്ലിമിന് നോക്കിയാൽ കിട്ടുമോ? അത് ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ആ ബുഖാരിയിലുണ്ടെങ്കിൽ സ്വീകരിക്കാം, മുസ്ലിമിലുണ്ടെങ്കിൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ബുഖാരി ഇമാം റസൂലുള്ളാഹിയുടെ അടുത്ത് ജീവിച്ചാൽ മതിയാ. ബുഖാരി ഇമാമിന്റെ ജനനം കുറിച്ചു വെച്ചോ. എവിടെയൊക്കെ റിക്കാർഡാക്കണ്ടേ. ബുഖാരി ഇമാം ജനിച്ചത് ഹിജറ 194 എന്ന് പറഞ്ഞാൽ തങ്ങളെ വഫാത്തായതിന്റെ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ബുഖാരി ഇമാം കടലാസും പേനെടുത്തത്. ഹനഫി ഇമാം എന്നാ ജനിച്ചത് ഹിജറ 80 എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ വഫാത്തായതിന്റെ 70ാമത്തെ കൊല്ലം ജനിച്ചു ഈ മനുഷ്യൻ. മദ്ഹബിന്റെ ഇമാമാണോ റസൂലുള്ളാഹിയോട് അടുത്തത്? അതേ ബുഖാരി ഇമാമാണോ? ആളുകളെ കൊണ്ട് പൊട്ടനാക്കോണൊക്കെ. എടാ ബുഖാരിലുണ്ടെങ്കിൽ അംഗീകരിക്കടാ. മദ്ഹബിന്റെ കിതാബൊന്നും വേണ്ട, ഫത്തുൽ മുഈനൊന്നും വേണ്ട, മഹല്ലിയൊന്നും വേണ്ട. ഞങ്ങൾ ഇതിനകത്തന്നെ പോയില്ലേ. മദ്ഹബ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മദ്ഹബ് എന്ന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ വേണ്ടെന്നേ പറഞ്ഞ അർത്ഥം. മദ്ഹബ് ഇല്ലാതെ റസൂലുള്ളാഹിന്റെ ഇബാദത്ത് കിട്ടുന്ന ഒരു വഴിയുണ്ട് നിങ്ങൾ പറ. ഇത് വിശദീകരിക്കേണ്ട പോയിന്റാ. ഞാനിതൊക്കെ ചുമ്മാ തോണ്ടി വിടണുള്ളൂ. ബുഖാരി എടുത്തു നോക്കിയാൽ നിങ്ങൾ എടുത്ത് കുറിച്ചു വെച്ചോ. 4003-ാമത്തെ ഹദീസ് ബുഖാരിയില്. കള്ളു കുടിക്കണേന് അതിനകത്ത് തെളിവ് കിട്ടും. കള്ളു കുടിക്കാം, പെണ്ണ് പിടിക്കാം, ഇറച്ചി ആവശ്യം വന്നാൽ കാളേനെ ഇറക്കണ്ട, അതിന്റെ തൊട കുറച്ച് കണ്ടിച്ചെടുത്തോണ്ട് വന്നാൽ മതി. സഹീഹ് ബുഖാരി 4003-ാമത്തെ ഹദീസ്. എന്തേ കേൾക്കണേ? വെടിവായത്തം പറയണല്ല, വെടിവില്ലാത്തവർത്താനം പറഞ്ഞല്ല. അത് ഹദീസിന്റെ എണ്ണം പറഞ്ഞ്. എന്താണോ ബുഖാരി ഇമാമിന്റെ പവർ? എന്താ പറ. ബുഖാരി ഇമാമിന് ഒരു ഹദീസ് കിട്ടിയാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് മൂപ്പര് പോയി അന്വേഷിക്കും. ആ ആൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കും. എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളിലേക്ക് അത് ചെന്ന് മുട്ടുന്ന സനത് ബുഖാരി ഇമാമ ക്ലിയർ ആക്കി വെച്ചു. അതാണ് ബുഖാരിയുടെ പവർ. ബുഖാരിയുടെ പവർ അല്ല മദ്ഹബിന്റെ കിതാബിന്റെ പവർ. മദ്ഹബിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹനഫി ഇമാമ് സഹാബാക്കളെ കണ്ടു, താബീങ്ങളെ കണ്ടു, നബി എങ്ങനെയാണ് നിസ്കരിച്ചത് അതിങ്ങോട്ട് പകർത്തി. മദീനത്തെ എന്ന് നോക്കണോ 100 കണക്കിന് കിതാബ് ഇരിക്കുക. ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബുകാരനാ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബുകാരനാ. മദ്ഹബാണ് ആദ്യം ഉണ്ടായത്. ഹംസ റളിയല്ലാഹു അൻഹു ഞാൻ ഈ പറഞ്ഞ ബുഖാരിയിൽ കള്ളുടിച്ചപ്പോ വെളിവില്ലാണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹു കള്ളുടിക്കുമ്പോ കള്ളുടി നിരോധിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ മദ്ഹബ് നോക്കണം. ബുഖാരിൽ നോക്കി ഈ ഭാഗത്തെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹംസ റളിയല്ലാഹു അൻഹു കള്ളുടിച്ചത് തെളിവ് കിട്ടി. കള്ളു കുടിച്ചിട്ട് അലിയാർ തങ്ങളുടെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ചെത്തി. അപ്പൊ ജീവനോടെ അറക്കണ്ട, ഇറച്ചി കണ്ടിക്കാൻ കിട്ടിയില്ലേ?
എന്നിട്ടൊരു ഷെഡിലേക്ക് പോയിട്ട് ഒരു വേശ്യപ്പെണ്ണുമായിട്ട് കെട്ടിപ്പിടിച്ചടക്കുകയാണ്. അലിയാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു, ബുഖാരി പറയാ, അലിയാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ അനുഭവം കണ്ടിട്ടില്ല. ചാടി എഴുന്നേറ്റ് തങ്ങള് കൂട്ടത്തിലെ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എഴുതി വെച്ചോ, അലിയാര്യങ്ങളും ഹാരിസ് സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പുറകെ റസൂലുള്ളാഹി മുന്നേ നല്ല സ്പീഡിലും കൂടി വന്നു. ഈ ഷെഡിൽ ചെന്നങ്ങൾ നോക്കിയപ്പോ കണ്ണൊക്കെ ചൊകയാകാന്നിരിക്കാൻ. കള്ളുകൂടിയനോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ലാ തശ്റബൽ ഖംറ ഇന്നഹു റഅസ കുല്ലി ഫാഹിശത്തി പിന്നീട് ഇതുണ്ട് ഇറങ്ങിയത്. ഇന്നമൽ ഖംറു വൽ മൈസറു എന്നുള്ളത് പിന്നീട് ഇറങ്ങിയത്. ഇത് ഇറങ്ങണതിന് മുമ്പായി മൂപ്പര് കള്ളുപിടിച്ചപ്പോ വെളിപോയി. അപ്പൊ ഒട്ടകത്തിനെ പിടിച്ച് കണ്ടിച്ചു, കണ്ട പെണ്ണിനെ പോയി കെട്ടിപ്പിടിച്ചു. ഇത് ബുഖാരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ബുഖാരിൽ എങ്ങനെയാണ് വന്നെന്ന് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ് മദ്ഹബ്. മദ്ഹബ് ഇല്ലാന്ന് ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിയിൽ പോയാൽ ഇസ്ലാമിന്റെ ഉള്ളിലാണോ? നിങ്ങൾ സ്വയം വിലയിരുത്തിക്കോ. മദ്ഹബ് ഇല്ലാതെ ഈ ലോകത്തൊരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിയിച്ചാൽ, എനിക്ക് പിടിവാശിയൊന്നുമില്ല, ഇത് ഞാനത് അംഗീകരിക്കും. കഴിയില്ല. ഈ കഴിഞ്ഞ തവണ എൻ്റെ മോൻ ഉംറക്കാരെ കൊണ്ട് പോയപ്പോ കംപ്ലീറ്റ് ഫോട്ടോ എടുത്തു. ആ കുത്തുബഖാനെ കയറി എൻ്റെ ഹനഫി മദ്ഹബിന്റെ ബോർഡിരിക്കുന്ന ഭാഗത്തെ മൊത്തം ഫോട്ടോ എടുത്തു. ഇത് എൻ്റെ ഈ മൊബൈലിനകത്തേക്ക് വച്ചയച്ചു തന്നു. ഷാഫി ഇമാം എന്ന് എഴുതിയിരിക്കുന്ന മദ്ഹബ് ഇമാം ഷാഫി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് എടുത്തു. അതിന്റെ സൈഡിൽ 100 അടുക്കി ഫോട്ടോ എടുത്തു. മദീനയിലുള്ളവർക്ക് തീപ്പെട്ടില്ലേ, പെട്രോൾ അടിച്ചത് കത്തിച്ചു കളയാൻ. ഖുർആൻ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ അറിയില്ല. അത് അറിയിക്കാൻ വേണ്ടി പഠിപ്പിക്കാമെന്ന വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. തങ്ങൾ പറഞ്ഞു, ഖുദ് അന്നി മനാസിക്കക്കും, ഞാൻ ഹജ്ജ് ചെയ്യാൻ പോവാ, എങ്ങനെ ചെയ്യണേന്ന് തന്നെ നോക്കി ചെയ്തോ. നിങ്ങൾക്ക് ഖുർആനകത്തോണ്ട് ചെയ്തോ എന്നല്ല പറഞ്ഞേ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്ന പോലെ നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾക്ക് തന്ന ഖുർആനകത്തോണ്ട് അതുപോലെ നിസ്കരിച്ചോ എന്നല്ല പറഞ്ഞേ. ഇതെല്ലാം നബി ചെയ്തത് സഹാബാക്കൾ പകർത്തി. സഹാബാക്കൾ പകർത്തിയത് 4 മഹാന്മാർ ലോകത്ത് റെക്കോർഡാക്കി. ഹനഫി ഇമാമ്, ഷാഫി ഇമാമ്, ഹംബലി ഇമാമ്, മാലികി ഇമാമ്. ഇതിനൊക്കെ നിന്ദിക്കുന്ന കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള കാലം വന്നാൽ നിങ്ങൾക്ക് വരാനുള്ളത് 3 തട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ തട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്തെടുത്ത് കളയും. കൊട്ടാരം പോലത്തെ വീടുണ്ട്, കോടികൾ വില മതിക്കുന്ന കാറ് കിടപ്പുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും വരുമാനമുണ്ട്, സമാധാനമില്ല. രണ്ടാമത്തെ യുസല്ലിത്തുല്ലാഹു അലൈക്കും സുൽത്താനൻ ളാലിമ, മോഡിയൊന്നും അതിന് പറ്റൂല. ധിക്കാരിയായ ഭരണാധികാരിയെ അള്ളാഹു നിങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കും. മറ്റൊരു ഹദീസിൽ കാണാം, യസൂമൂനക്കും സുവല്ലദാം, ലോകത്തൊരു മനുഷ്യ വിഭാഗവും അനുഭവിക്കാത്ത വേദന ആ ഭരണാധികാരി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി ധിക്കാരി ആരാ? ബിന്യമൻ അതിനാവുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പറയും. അവൻ ആരെയാ കൈകാര്യം ചെയ്തത്? മുസ്ലിമിനെ അല്ലേ, ഫലസ്തീനി അല്ലേ? ലോകത്ത് ഫലസ്തീൻ അനുഭവിക്കുന്നവരുള്ള ദുരിതം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അവിടെ മദ്ഹബിനെ ധിക്കരിക്കുന്ന അവിടെ ഈ നാട്ടിൽ മദ്ഹബിനെ ധിക്കരിക്കുന്ന ആളുണ്ടെങ്കിൽ ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ശിക്ഷിക്കുമ്പോൾ ഈ ഇരിക്കുന്ന നല്ലവരോട് അങ്ങ് മാറുന്നു പറയില്ല. നേരെ ഖുർആൻ ഇത്തഖു ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു തെമ്മാടികളുടെ തെമ്മാടിത്തരം കൊണ്ട് അല്ലാഹു ഒരു നാട്ടിലേക്ക് ശിക്ഷ ഇറക്കുമ്പോൾ നല്ല മനുഷ്യരും അതിനകത്ത് പെടും. ഫലസ്തീനിൽ ഔലിയാക്കന്മാരുണ്ട്, ഫലസ്തീനിൽ ആരിഫത്തുകളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, സാലിഹത്തുകളുണ്ട്. പക്ഷേ തെമ്മാടിത്തരത്തിന്റെ പേരിൽ മൊത്തം തുടച്ചു നീക്കുക. അതാണ് നെതന്യാഹു പറഞ്ഞത്, ഫലസ്തീൻ ഭൂമിയുടെ മുകളിൽ അഴുക്കാൻ, ഞങ്ങൾ അവരെ തുടച്ചു നീക്കുകയാണ്. ചിന്തിച്ചു നോക്കി ഹദീസ് വെച്ചോണ്ട്. മൂന്നാമത്തെ യഖ്റുജൂന മിനദ്ദുന്യാ ബിഗൈരി ഈമാൻ, മണ്ണിന്റെ അടിയിലേക്ക് ഈമാൻ ഇല്ലാതെ ചത്തു കുഴിച്ചിടേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹദീസ് എവിടെയാന്ന് ചോദിച്ചാൽ എന്നെ ഫോൺ ചെയ്താൽ മതി, ഞാനങ്ങ് കുറിച്ച് തരാം. അല്ലെങ്കിൽ ഇവിടെ അലിമികളുണ്ട്, ചോദിച്ചാൽ അവർ കുറിച്ച് തരും. കളിയാക്കാൻ നിൽക്കരുത്, ആക്ഷേപിക്കാൻ നിൽക്കരുത്, ഭയങ്കര കുഴപ്പമാണ്. ഞങ്ങൾ മദ്ഹബിനെ അംഗീകരിക്കുന്നവരാ ആടാണോ ഉവ്വേ? അങ്ങനെയാണ്, ഞങ്ങൾ മദ്ഹബിനെ അംഗീകരിക്കണവരാ. എന്നാ ഏത് മദ്ഹബിലാടാ തറാവി 8 ഉള്ളത്? പൊട്ടി. ഏത് മദ്ഹബിലാണോ തറാവി 8 ഉള്ളത്? ഇല്ല, പൊട്ടി. ഇവിടെ സ്ത്രീകളൊക്കെ ജുമാക്ക് ജമാഅത്തിന് കൊണ്ടുപോകുന്നത് ഏത് മദ്ഹബിലാടാ ഉള്ളത്? അവിടെ പൊട്ടി. എടാ ജുമയുടെ പ്രസംഗം മാതൃഭാഷ നടത്തണമെന്ന് ഏത് മദ്ഹബിലാടാ ഉള്ളത്? അവിടെ പൊട്ടി. ഇവിടെയൊക്കെ പ്രശ്നം മദ്ഹബ് അംഗീകരിക്കുമെന്ന് പറയും, എന്നാൽ ഏത് മദ്ഹബിലാടാവ ഇതുള്ളത്? ഒരു മദ്ഹബിലും. ഈ മദ്ഹബ് അംഗീകരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ മുഹയ്യദ്ദീൻ റാത്തീബൊക്കെ ഇബാദത്തായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ അസ്മാഉൽ ഹുസ്ന ഓതി റബ്ബിനോട് ദുആ ചെയ്യാൻ ഓസില്ലാതെ നമുക്ക് കാണിച്ചെന്നെങ്കിൽ ഓസില്ലാവിന്റെ ജീവിതവും നമുക്ക് വേണമെന്നായി പറയുന്നത്. ജീവിതത്തിന് സൂക്ഷ്മത ഉണ്ടോ?
മുല കുടിക്കുന്ന പ്രായത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ മഹാനവറുകളുടെ ജീവിതം മുതലാളിയായിരുന്നു. ഒരാൾക്ക് ബഹുമാനപ്പെട്ടവരെ ഗുരുവായിട്ട് അംഗീകരിക്കണം. ഒരാളെ കണ്ടിട്ട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടേ എത്തിക്കാവോ? ഞാൻ കൊണ്ടുവന്ന് എത്തിക്കാം. ഓഷല്ലാദവിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡിലും വലിയ തോട്ടങ്ങൾ. അപ്പൊ ഈ കാണാൻ പോകുന്ന ആളെ, കാണിക്കാൻ പോകുന്ന ആളോട് ചോദിച്ചു തോട്ടങ്ങളൊക്കെ ആരാണ്? അതൊക്കെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആണ്. അത് കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ ആടുകളും ഒട്ടകങ്ങളും ഒക്കെ ഇങ്ങനെ മേയുന്ന ഒരു സ്ഥലത്ത്. ഇതൊക്കെ ആരുടേതാണ്? അതൊക്കെ മുഹ്യിദ്ദീൻ ശൈഖിന്റേതാണ്. അത് കഴിഞ്ഞ അവിടെ കടൽ തീരത്തേക്ക് നോക്കുമ്പോ കപ്പൽ വന്ന് അടിഞ്ഞു കിടക്കാൻ. ഈ കപ്പലുകളൊക്കെ അതൊക്കെ മുഹ്യിദ്ദീൻ ശൈഖിന്റേതാണ്. അവിടെ ചെന്നിട്ട് അങ്ങോട്ട് സലാം ചൊല്ലി റസൂലുള്ളാഹി സലാം അടക്കിയിട്ട് വർത്താനം പറഞ്ഞു. അവർക്ക് വർത്താനം പറയാൻ പറ്റും. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹുൻ നാദിറൂന വാജ്നിഹത്തുൻ തതീറു ബിഗൈരി റീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന. അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാർക്കിടെ അകക്കണ്ണ് കൊണ്ടിട്ട് അവർ നിങ്ങളുടെ കൽബിനെ കാണും. അവിടെ ചെന്നാണ് സലാം ചൊല്ലിയപ്പോ പറഞ്ഞു, സഹോദരാ, ഈ ഭൂമി ഒരു കടലാണ്. ശ്രദ്ധിച്ചോ, ഞാൻ വാത് നിർത്തുകയാണ്. ഈ ഭൂമി ഒരു കടലാണ്. ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാണ് മനുഷ്യൻ. വെള്ളമില്ലെങ്കിൽ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയില്ല. പക്ഷേ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല. നമുക്ക് കൊട്ടാരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നേ? ഒരു കുഴപ്പമില്ല. നമുക്ക് കാറുണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? നമുക്ക് തോട്ടം ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? നമുക്ക് ഹൈ പവർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് ഈ ഭൂമി എന്ന് പറയുന്ന കടലാണത്. കടല്, വെള്ളം. ആ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ് മനുഷ്യനായ നാം. എന്ന് പറഞ്ഞാൽ ഈ സ്വത്തൊന്നും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. ആ സ്വത്ത് നിന്റെ ഹൃദയത്തിൽ കയറരുത്. കപ്പലിനകത്ത് വെള്ളം കയറിയ പിന്നെ കപ്പല് മുങ്ങി. ഒരു ദിവസം പെട്ടെന്ന് തന്റെ ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് ഉസ്താദ് അവർകളെ, നമ്മുടെ കപ്പല് മുങ്ങിപ്പോയി. ഇങ്ങനെ നോക്കി ഹൃദയത്തിന്റെ ഭാഗത്തേക്ക്. ഏതാനും നിമിഷ നേരം കഴിഞ്ഞിട്ട് തല നിവർത്തി, അൽഹംദുലില്ലാഹ്. കുറെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ശിഷ്യൻ തന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, നമ്മുടെ കപ്പലല്ല മുങ്ങിയത്. നമ്മുടെ കപ്പലിന്റെ അടുത്ത ചാലിലൂടെ മറ്റൊരു കപ്പൽ വന്നിരുന്നു. ആ കപ്പലാണ് മുങ്ങിയത്. നമ്മുടെ കപ്പൽ ഇതാ തീരത്തേക്ക് അടുത്തോണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നെഞ്ചിന്റെ ഭാഗത്തേക്ക് നിമിഷങ്ങൾ നോക്കിയതിന്റെ ശേഷം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അല്ല, മുങ്ങി എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്, മുങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോഴും പറയുന്നു അൽഹംദുലില്ലാഹ്. അതേടോ, മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന് വലിയ അസ്വസ്ഥതയും ഉണ്ടായോ? ഞാൻ അതാ ശ്രദ്ധിച്ചത്. ഒരസ്വസ്ഥതയും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. മുങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ വല്ല സന്തോഷം ഉണ്ടായോ? ഒരു സന്തോഷം ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഇതാണ് ദുനിയാവ്. ദുനിയാവ് പോയതിൽ വിഷമിക്കാതിരിക്കുക, ദുനിയാവ് വന്നതിൽ സന്തോഷിക്കാതിരിക്കുക. കാരണം അത് കപ്പലിനകത്ത് വെള്ളം കയറലാണ്. ഇതാ ഓസില്ലാദമിന്റെ പാഠം. അതുകൊണ്ടാ പറഞ്ഞത്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജല്ലജലായ റബ്ബേ, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എനിക്ക് നീ മതി റബ്ബേ. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ നീയല്ലാതെ മറ്റൊന്നുമില്ല അല്ലാഹ്. ഹൃദയത്തിൽ റബ്ബ് മാത്രം. ആ ഒരു നിലപാടിലേക്ക് എത്തിയ പിന്നെ അടുത്ത നമ്മുടെ പണി എന്താ? നൂറു മുഹമ്മദ് സല്ലല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളിലേക്ക് ഇറക്കിയെത്തുന്ന നൂറാകുന്ന റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യണേ റബ്ബേ. സലാത്ത്. അവസാനം സീൽ വെച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ പതിവാക്കിക്കാൻ എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സൈനുൽ ആബിദീൻ തങ്ങള് പുണ്യ റൗദക്കകത്ത് കയറി നിന്നുകൊണ്ട് കേട്ടോ, ഇത് വേണമെങ്കിൽ കിതാബ് അന്വേഷണം നമ്മുടെ തഴവ ഉസ്താദ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അൽമവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. ഈ അൽമവാഹിബുൽ ജലിയലുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം. കിതാബും പേരും ഒക്കെ ഉപരേനത്തിൽ എഴുതിയിട്ടുണ്ട്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു റൗള ഷരീഫിന്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ട് ഒരു ദുആ നടത്തി. റബ്ബേ, എന്റെ വല്യുപ്പാക്ക് ആരും സമർപ്പിക്കാത്ത ഒരു സലാത്ത് എനിക്ക് സമർപ്പിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. ദുആ ചെയ്ത് കൈ മുത്തിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം തീ പോലെ ഇങ്ങനെ തീയും കൊണ്ട് എഴുതിയേക്കുവാണ്.
അങ്ങനെ വാനത്തിൽ തെളിഞ്ഞ് തീ പോലെ രൂപാന്തരപ്പെട്ട സലാത്തിന്റെ പേരാണ് സലാത്ത് നാരിയ. കളിയാക്കല്ലേ എന്ന് ഞാൻ പറയാം. നാരിയ സലാത്ത് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ബുദ്ധി കൂടിയവരുണ്ട്. ഭയങ്കര അപകടത്തിലേക്കാണ് പോണത് കേട്ടോ, ഭയങ്കര അപകടത്തിലേക്കാണ് പോണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈ അമലിന്റെ ബർക്കത്തുകൊണ്ട് ഈ പറയപ്പെട്ട നാശങ്ങളും ദുരിതങ്ങളും ഒന്നും നമ്മുടെ നാട്ടിലേക്കൊന്നും വരാതെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം രക്ഷ കിട്ടാനുള്ളതല്ല, മൊത്തം രക്ഷ കിട്ടാനുള്ളതാണ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പിശുക്കന്മാർ കൂടുമെന്ന് നബീന റസൂലുള്ളാഹി ഹദീസ്. യതഖാർ ഞാൻ ഹദീസ് ഓതി പറയാൻ നേരമില്ലാത്തതുകൊണ്ടാ. യതഖാറബു സമാ യൻഖുസുൽ ഇൽമു യബ്ഖശുഹു യക്സറുൽ അർജ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ സമുദായത്തിന് വിജ്ഞാനം കുറയും. വിജ്ഞാനം കുറഞ്ഞാൽ പിന്നെ രൂപപ്പെടുന്നത് പിശുക്കന്മാർ അധികരിക്കലാണ്. എന്ത് പിശുക്കാണ് പറ? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ വല്ല പിശുക്കുണ്ടോ? സാമ്പത്തിക കാര്യത്തിലില്ല. പിന്നെ എന്താണ് പിശുക്ക്? തങ്ങൾ പറയുന്നു, സലാത്ത് ചെല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. ഇത് ദുനിയാവിൽ കൂടുന്ന. അതിന്റെ മലയാളം ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞു. എന്തിനാടാ മൗലിദ്, എന്തിനാടാ റാത്തീബ്? ഈ സലാത്ത് ചെല്ലാത്തവർ ലോകത്ത് അധികരിച്ചാൽ പിന്നെ വരാൻ പോണ എന്താണെന്ന് യക്സുറുൽ ഹർജ്, കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. ഹർജ് അധികരിക്കുന്ന ഞങ്ങൾ പറഞ്ഞ സഹാബകൾ വെച്ച് എന്താണ് ഹർജ്? അൽ ഖത്ൽ, അൽ ഖത്ൽ നബീന റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യം മാത്രം എടുക്കുക. ഇന്ത്യ രാജ്യത്ത് ഇതര സ്റ്റേറ്റുകളിൽ സംഭവിക്കുന്നത് പോലെ ഈ കേരള സംസ്ഥാനത്ത് മുസ്ലിം ആയതിന്റെ പേരിൽ ഒരാളെ തല്ലിക്കൊന്നു കേട്ടോ നിങ്ങൾ ഇതുവരെ? മുസ്ലിം ആയതിന്റെ പേരിൽ സ്ഥാപനം ബുൾഡോസർ വെച്ച് തകർത്തു എന്ന് കേട്ടോ? മുസ്ലിം ആയതിന്റെ പേരിൽ പെണ്ണിനെ കൊന്നു എന്ന് കേട്ടോ? ഒന്നും കേട്ടിട്ടില്ല. മുസ്ലിം ആയതിന്റെ പേരിൽ അങ്ങനെ ഉണ്ടായെന്ന് കേരളത്തിൽ കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഇത് എൻ്റെ ഒരു ഗവേഷണം ഞാനീ പറയണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. എന്തുകൊണ്ട് കേട്ടില്ല? നിങ്ങളിപ്പോൾ പറയും മുസ്ലിയാരെ ഇവിടെ ശക്തമായ ഇടതുപക്ഷ സർക്കാരുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സമ്മതിക്കുക. അപ്പോൾ വലതുപക്ഷക്കാർ പറയും എൻ്റെ മുസ്ലിയാരെ അതുകൊണ്ടൊന്നുമല്ല, ഇവിടെ ഒരു ശക്തമായ വലതുപക്ഷമുണ്ട്. ഞാനത് അംഗീകരിക്കുകയാണ്. അപ്പൊ ചിലർ പറയും ഇതൊന്നും അല്ല മുസ്ലിയാരെ, ഇവിടെ നല്ല ശക്തമായൊരു ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ സംഘടനയുണ്ട്, മുസ്ലിം ലീഗ്, അതുകൊണ്ടാണ്. ഞാൻ അംഗീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ മുസ്ലിങ്ങളുടെ സ്വാധീനവും മുസ്ലിം സംഘടനയും ഉള്ള രാജ്യമല്ലേ കാശ്മീർ? കാശ്മീരിൽ സുഖാണോ? ഭയങ്കര സുഖ. റിട്ടയർഡ് ജഡ്ജി എഴുതി വെച്ചത് കാശ്മീരിലെ ഒരൊറ്റ മുസ്ലിം പെൺകുട്ടികളോടും ബലാത്സംഗം ചെയ്യപ്പെടാത്തതില്ല. ഒറ്റ മുസ്ലിം പെൺകുട്ടികളും എൻ്റെ അടുത്തിരിപ്പുണ്ട് രേഖ. മുസ്ലിം എഴുതുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കളയാന്ന് വെക്കാം. അവർ സഹോദര സമുദായത്തിൽപ്പെട്ട ആൾ എഴുതിയതാണ്. എന്തേ പറ? ഇവിടെ ഇത് വരാത്തതിന്റെ ഒരേ ഒരു കാരണം നബി തങ്ങൾ പറഞ്ഞു, ഇൽമു കുറയുമ്പോൾ സലാത്തില്ലാത്തവർ വ്യാപിക്കും. സലാത്തില്ലാത്തവർ വ്യാപിച്ചാൽ കൊലപാതകങ്ങൾ അധികരിക്കും. കേരളത്തിലുള്ളതുപോലെ സലാത്തിന്റെ മജ്ലിസുകൾ, സലാത്തിന്റെ വീടുകൾ, സലാത്തിന്റെ സമ്മേളനങ്ങൾ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ല. നിങ്ങൾ നോക്കിയോ ശരിയാണോ? അല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും അഭിപ്രായപ്പെടുന്ന പോലെ അല്ല. അപ്പൊ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസൊക്കെ ഇവിടെ ആക്ഷേപിച്ച് നാണം കടത്തണ വൃത്തികെട്ടവന്മാരുടെയൊക്കെ സുരക്ഷയ്ക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു സാമൂഹ്യമാകുന്ന രക്ഷയുടെ പദ്ധതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല ഇത്. അതുകൊണ്ട് ജനങ്ങളെ, ഓസല്ലാദമിനെ നമ്മൾ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളിലേക്ക് പകർത്താം. ജീവിതത്തിന്റെ സൂക്ഷ്മത ഉണ്ടോ? കുഞ്ഞായിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞത്. കുഞ്ഞായിരിക്കുമ്പോൾ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി വിട്ട ചരിത്രം ഉമ്മ പറഞ്ഞ മാലയിലില്ലേ ഇത്? നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി വിട്ടുമ്പോൾ പഠന ചെലവിന് പൈസ വേണം. സ്വർണത്തിന്റെ നാണയം എടുത്തിട്ട് കോളറയിൽ വെച്ച് തുന്നി പിടിപ്പിച്ചിട്ട് ഉമ്മ അങ്ങ് പറഞ്ഞു, മോനെ ഒരാളോട് കളവ് പറയരുത് കേട്ടോ. കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്നു കൊടുത്തോവർ. പോണ വഴിക്ക് കാട്ടുകള്ളന്മാര് പിടിച്ചു, കൊള്ളക്കാര്. അന്നൊക്കെ വനത്തിലാ കൊള്ളക്കാര് പിടിക്കണേ. എല്ലാ കച്ചവട സംഘത്തിലെ എല്ലാത്തിനെയും പിടിച്ച് അറുകൊല നടത്തി. കുറെ എണ്ണങ്ങളെയൊക്കെ ജീവനോടെ അവിടെ നിർത്തി. കുറെ എണ്ണങ്ങളെയൊക്കെ ആക്രമിച്ചു. അങ്ങനെ ഈ കൊള്ള സംഘം ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും ഇല്ലല്ലോ, ഒരു ചെറിയ ചപ്പാലി ചെറുക്കൻ ഈ കൊള്ളയുടെ നേതാവ് വിളിച്ച്, എടാ നിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഏറെക്കുറെയൊക്കെ കശാപ്പ് ചെയ്ത് കഴിഞ്ഞു. നിന്റെ എന്തെങ്കിലും ഉണ്ടോ?
എൻ്റെ കയ്യിൽ ഈ കോളറയിലിരിക്കുന്ന സ്വർണ്ണ നാണയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലെന്ന്. എടാ ഇവർ തുന്നലഴിച്ചു നോക്കിയപ്പോണ്ട് സ്വർണ്ണ നാണയം എങ്ങനെ നിരയാരിയായിട്ട് വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു നിധി. എടാ മോനെ നീ എന്താടാ ഇതിങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ തുറന്നു പറഞ്ഞത്? കളവ് പറയല്ല എന്നുമ്മ ചെന്നാര്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഉമ്മ എനിക്ക് തന്ന ഉപദേശം കളവ് പറയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ തുണയാവൂലേ? എൻ്റെ കയ്യിലുണ്ട്, ഉള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പൊന്നു മോനെ നീ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുക. അതൊക്കെ മോൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അബ്ബാസിയ ഖലീഫയാവുന്ന നിസാമുൽ മുൽക്കിനെ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്. രക്ഷയില്ലാണ്ട് ഞങ്ങളുടെ കുടുങ്ങിയതാണ്. ഞങ്ങൾ സത്യസന്ധതയുടെ വഴിയിലേക്ക് വരാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ അവിടെ ആവശ്യപ്പെടണേ. അവിടെ ചെന്നപ്പോ കാവൽക്കാരൊക്കെ ഈ രൂപം കാണുമ്പോ തന്നെ ഇതിനൊരു ചെറിയ ഉള്ളിയല്ലാന്ന് മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് അഡ്മിഷൻ കൊടുത്തു. നേരെ നിസാമിയ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അധിപനാകുന്ന നിസാമുൽ മുൽക്ക് എന്ന് പറയുന്ന അബ്ബാസിയ ഖലീഫയുടെ മുമ്പിലെത്തി. അവിടെ ചെന്നെത്തിയപ്പോ പറഞ്ഞു, ഇങ്ങനെ എന്നെ കൊള്ളക്കാരിങ്ങനെ പിടിച്ചെന്നു, കൊള്ളക്കാരിങ്ങനെ ആവശ്യപ്പെട്ടു. അവർക്കെല്ലാം ഹിദായത്തിലേക്ക് വരാനുള്ള എല്ലാ വഴിയും ഈ മകന്റെ ഒരൊറ്റ വാക്കാ. നമ്മൾ ഹൗസല്ലാദമിന്റെ മാതൃക പിന്തുടരണ്ടേ? അതേ പിന്തുടരണം മുസ്ലിയാരെ. ഞങ്ങളും അങ്ങനെയൊക്കെ ഞങ്ങൾ മക്കളെ വളർത്താറുണ്ട്. മോനോട് പറയും, മോനെ കഴുത്ത് കണ്ടിച്ചാലും നുണ പറയരുതോടാ. ഇല്ല വാപ്പ, ഒരിക്കലും ഞാൻ നുണ പറയില്ല. അപ്പോഴാണ് ഫോൺ അടിക്കണത്. മോനെ ആ ഫോൺ ആരില്ലാന്ന് നോക്കടാ. ഫോണിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ചെയ്തോമാ കടയാണല്ലോ വാപ്പ, നീ എടുക്കുക. എന്നിട്ടേ വാപ്പ ഇവിടെ ഇല്ല എന്ന് പറ. എപ്പോഴാ വന്നേന്ന് ചോദിച്ചാൽ എന്നാ വന്നേന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞേരെ കേട്ടോ. എങ്ങോട്ടാ പോയേക്കണേന്ന് ചോദിച്ചാൽ അതും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞേരെ. ഹലോ, അതെ ഞാൻ മോനാണ്. വാപ്പായോ? വാപ്പ ഇവിടെ ഇല്ലല്ലോ. വാപ്പ എവിടെ പോയേക്കോ? സ്ഥലം പറഞ്ഞിട്ടില്ല. എന്നാ തിരിച്ചു വന്നേന്നോ? തിരിച്ചു വന്നെ എന്നാന്ന് അറിയാൻ പാടില്ല. ശരി, എന്നാ വരുമ്പോ ഞാൻ വിളിച്ചു. വാപ്പ വരുമ്പോ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞേക്കാട്ടോ. അലൈക്കും അസ്സലാം. കളവ് പറയല്ല എന്നും. എവിടെയാണ് എങ്ങാതി ഓസല്ലാതും നമ്മളും തമ്മില്? എവിടെയാ? ബഹുമാനപ്പെട്ട ഷഹർബാന ബീവി റളിയല്ലാഹു തആല അൻഹാനെ കൊട്ടാരത്തിൽ എത്തിച്ചു. പൊന്നെ മദീനയിൽ താമസിച്ചിട്ട് അവിടെ നിന്നില്ല. കൂഫയിൽ അധികാരമേറ്റു. മുഹമ്മദ് മുഖ്താർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അധികാരമേറ്റിട്ട് ആദ്യത്തെ വിളംബരം, റസൂലുള്ളാഹിന്റെ പേരക്കുഞ്ഞുങ്ങളെ കൊന്ന കാബാലിന്മാരെ, കൊലയാളികളെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. ഇബ്നു സിയാദ് പിടിക്കപ്പെട്ടു. ഉമർ ബാസായത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. എല്ലാ നേതാക്കന്മാരെയും കൊണ്ടുവന്ന് കയറ്റി നിർത്തി. പെങ്ങന്മാര് കേട്ടോ, നുണ പറയണോ പറയണ്ടോ എന്നിട്ട് തീരുമാനിച്ചോ. ഷഹർബാനത്ത് ബീവിനെ ആദരവോടെ കൊണ്ടുവന്ന് വാദിക്കൂട്ടി കയറ്റി. ചോദിച്ചു, ബീവി അവർകളെ, അവിടുത്തെ ഭർത്താവിനെയും മക്കളെയും കൊല ചെയ്ത വർഗമാണ് നിൽക്കുന്നത് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചാലും ഞാൻ യൗമാരെ നിലയ്ക്ക് ശിക്ഷിക്കും. എന്താ ഷഹർബാനത്ത് ബീവി പറഞ്ഞത്? എന്റെ ഭർത്താവ് ഷഹീദായതിൽ, എന്റെ പൊന്നുമക്കളുടെ രക്തം ചിന്തപ്പെട്ടതിൽ എനിക്കൊരു പരിഭവവും പരാതിയുമില്ല. കർബലായിൽ നിന്ന് കൂഫ വരെ അന്യപുരുഷന്മാർക്ക് ദർശിക്കാവുന്ന വിധത്തിൽ എന്റെ മുഖം തുറന്നിട്ടുകൊണ്ട് ഇവർ കൊണ്ടുവന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അന്യപുരുഷന്മാർ എന്റെ മുഖം ദർശിച്ചു, അതിന്റെ കാരണക്കാരിമാരാണ്. അതിന്റെ പേരിൽ കർശനമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട സയ്യിദത്തുനാ ഷഹർബാനത്ത് ബീവിയോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കാത്തിരിക്കുന്ന എന്റെ പെങ്ങന്മാരെ, ഓസുല്ലാദമിന്റെ വെല്ലുപ്പാടെ മാതൃകയും നമ്മുടെ മാതൃകയും എവിടെയെന്ന് സ്വയം വിലയിരുത്തും. ഞാൻ എന്റെ പ്രസംഗം നിർത്തുക, നിങ്ങൾ സ്വന്തം വിലയിരുത്തും. എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈവയ്ക്കുമെന്ന്. ഞാൻ രണ്ട് കൈ വെക്കും. ഇനി കൈ താത്തിക്കേ. നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളൊരു കൈ വെക്കിക്കേ. വേണ്ട, കുറച്ച് പുറകോട്ടിരിഞ്ഞ് നോക്കണുണ്ടോ? മുമ്പിലിരിക്കണവർ പുറകോട്ടിരിഞ്ഞ് നോക്കും. ആരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടോ? പുറകിലിരിക്കണവരിങ്ങനെ എത്തി നോക്കും, ആരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പൊക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, എടാ മൈലിയാർ എന്തുട്ടാ പറഞ്ഞേ? മൈലിയാർ പറഞ്ഞ നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളൊരു കൈവെക്കാൻ. എന്നിട്ട് അവനാ കൈവെക്കി പിടിച്ച അത് ആരാടാ? അത് നമ്മുടെ സുലൈമാന്റെ ഇളയർക്കം മൈദീൻ കുഞ്ഞ്. അവനെന്താ ഇങ്ങനെ കൈവെക്കി പിടിച്ചോണ്ട്? അതെ, ഈ വെയിൽ കൂടുമ്പോൾ അവനൊക്കെ പ്രശ്നം ഉണ്ടാവാനുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പകൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ സുലൈമാനെ വിളിക്കും, സുലൈമാനെ ആ ചെറുക്കനെ ആശുപത്രി കൊണ്ടുപോകണം. എന്ത് നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളൊരു കൈ വെക്കുന്നു. രണ്ട് കൈയും പൊക്കി പിടിച്ചോണ്ടിരിപ്പുണ്ടായി.
നിങ്ങളെ ആരും ഒന്നും ഉപദ്രവിച്ചില്ല. ഇനി ആളെ ഉപദ്രവിച്ചിട്ട് അവനെ ഉളമാർക്ക് കൊണ്ടുപോണത്? സ്വയബോധമുള്ളൊരു കൈ വെക്കുവോ? എല്ലാവർക്കും സ്വർഗം വേണം. നിങ്ങൾ ആ പുറത്തിറക്കിയിറങ്ങിയിട്ട് നമ്മുടെ കുര്യാക്കോസിനെ വിളിച്ചാടാ, കുര്യാക്കോസേ എന്തിനാ മുസ്ലിയാരെ, നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? എൻ്റെ ഒന്നുമില്ലാരെ, എനിക്ക് നരകം വേണ്ട, സ്വർഗം മതി. ഇത് ചുമ്മാ പറഞ്ഞാലത് എല്ലാവർക്കും സ്വർഗം മതി. കുഞ്ഞാരായണ, ഓ നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? എൻ്റെ ഒന്നുമില്ലാരെ, എനിക്ക് നരകം വേണ്ട, സ്വർഗം മതി. പിന്നെ നമ്മുടെ ഇടയിൽ അള്ളാഹ് റസൂൽ ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ കുറെ മിടുക്കന്മാരുണ്ടല്ലോ, അവന്മാരെ ഒന്ന് വിളിച്ചേ പത്തെണ്ണത്തിന്. എടാ എങ്ങോട്ട് വന്നാ ഇറക്കന്മാരെ, എന്തിനാ ഇല്ലേരെ, നിങ്ങൾക്ക് സ്വർഗം വേണോ നരകം? ഒന്ന് പോടാ ഇല്ലേരെ, സ്വർഗം നരകം ഇതൊക്കെ നീയൊക്കെ അരി മേടിക്കാണ്ടാക്കിയാണ് ഇടപാടാക്കാൻ അറിയാത്. പിന്നെ എവിടെയെങ്കിലും സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് നരകം വേണ്ട, സ്വർഗം മതി. ഇതാ മഹാൻ പറഞ്ഞ എല്ലാവർക്കും സ്വർഗം മതി. പക്ഷേ വലം തസ്ലുക മസാലികഹ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ തയ്യാറല്ല. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് നേരെ വടക്കോട്ട് പോണ വണ്ടിയെ കയറി അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു എങ്ങോടെ പോണേ? ഞാൻ ഒന്ന് കണ്ണൂർക്ക് പോകണം. കണ്ണൂർക്കാ? ഈ വണ്ടി കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോണ വണ്ടിയാണ്. ഞാൻ കണ്ണൂർക്കാണ്. എടാ അതേ ടിക്കറ്റ് നോക്ക്, ഞാൻ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ടിക്കറ്റൊക്കെയാണ്. ആ പുള്ളി കണ്ണൂരിൽ നിന്ന് കയറിയതാണ്, ഞങ്ങൾ രണ്ടാളും മംഗലാപുരത്തേക്കാണ്. ഞാൻ കണ്ണൂർക്കാണ്. എന്ത് പറഞ്ഞാലും ഇയാൾ കണ്ണൂർക്കാന്ന്. അവസാനം വണ്ടി മംഗലാപുരത്ത് നിൽക്കുമ്പോഴാണ് പറ്റിയിലോടാ. ഇതാണ് നമ്മിൽപ്പെട്ട ചിലരുടെ ശൈലിന്ന്. നമ്മൾ കയറിയേക്കണ സ്വർഗത്തിലെ വണ്ടിയിലാണ്. വലത്തുവശം സിദ്ദീഖുൽ അക്ബറാണ്, ഇടതുവശം ഉമറുൽ ഫാറൂഖാണ്, മുമ്പിൽ അരിയാർ തങ്ങളാണ്, പിന്നിൽ ഉസ്മാൻ തങ്ങളാണ്. വണ്ടി പോകുന്ന സ്വർഗത്തിലേക്കാണ്. അല്ലടോ, നീ കയറിയേക്കുന്ന വണ്ടി നരകത്തിന്റെ വണ്ടിയാണ്. വലത്തിരിക്കുന്ന അബൂജാഹില, ഇവിടെ ഇരിക്കുന്നത് ഉത്തുബത്ത, അവിടെ ഇരിക്കുന്നത് ഷൈബത്താണ്, ഇവിടെ ഇരിക്കുന്നത് പിന്നെ മറ്റവനാണ്. വണ്ടി പോകുന്നത് നരകത്തിലേക്കാണ്. നീ പറയണേ ഞങ്ങളെ ഇവരെയൊക്കെ അംഗീകരിച്ചു പോകണമെന്നാ? നരകത്തിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് കുടുങ്ങിയിലോടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നരകത്തിന്റെ പണിയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്കല്ല പോകണം. സ്വർഗത്തിന്റെ വഴിയിലേക്ക് കയറിയാലാ സ്വർഗത്തിൽ. അങ്ങനെയുള്ള നിങ്ങൾ ഈ ഓസല്ലാദമിന്റെ വഴിയിലേക്കൊന്നും കടക്കാത്ത നിങ്ങൾ സ്വർഗത്തിലേക്കാണെന്ന് അവകാശപ്പെടുന്നത് ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിലുണ്ടായി. നമ്മുടെ ഇവിടെ കാസർഗോഡ് നിന്ന് കണ്ണൂർക്ക് കപ്പൽ സർവീസ് തുടങ്ങാൻ പോകും നാളെ മുതൽ. റേഡിയോയിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ തന്നെ. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിലുണ്ടായി. കണ്ണൂർ കാസർഗോഡ് കപ്പൽ സർവീസ്. കണ്ണൂരിൽ നിന്ന് കൊടി കാണിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. കാസർഗോഡ് നിന്ന് കപ്പലിനെ സ്റ്റാർട്ട് പിടിപ്പിക്കുന്നത് ഗതാഗത മന്ത്രിയാണ്. എവിടെ നിന്ന് കയറിയാലും 5 രൂപയാണ് റേറ്റ്. ലഗേജ് എന്തുണ്ടെങ്കിലും പൈസ കൊടുക്കണ്ട. ഈ സർവീസ് വിജയകരമാണെങ്കിൽ കേരളത്തിലെ എല്ലാ റോഡിലും കപ്പൽ സർവീസ് നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തെ ന്യൂസിലുണ്ടായിരുന്നാണ് ഞാനീ പറയുന്നത്. ഇവനൊക്കെ ഭ്രാന്ത് തന്നെയാണ്. ഇത്രയും നേരം പറഞ്ഞ ഒരുമാതിരി വെളിവുള്ള വർത്താനാണ്. അല്ല ഗുളിക മാറി കഴിച്ചതാണോ? അതെങ്ങനെ 2-2.5 മണിക്കൂർ പറയുമ്പോൾ ഇങ്ങനെ ഹാലാവണതാണോ? ഇത് ഏത് പത്രത്തിൽ ഏത് വാർത്തയിലാടാ പോത്തെ ഇങ്ങനെ കപ്പൽ ഇങ്ങനെ സർവീസ് നടത്തുമെന്ന് പറഞ്ഞത്? എടാ കൊരങ്ങ, ബാലില്ലാത്ത കന്നാലി, പിരാന്ത, നിനക്ക് ബോധമില്ലടാ ഹമുക്കെ, എന്തൊക്കെ പേരായിരിക്കും. കട്ടലയിൽ പേരിട്ടേക്കണുണ്ട് ആൾക്കാർ. പട്ടലയിൽ എന്തൊക്കെ പേരായിട്ടേക്കണേ? പൊട്ടൻ, പിരാന്തൻ, ബാലില്ലാത്ത കൊരങ്ങൻ, കന്നാലി. കാരണം എന്താ? വെളിവില്ലാത്ത വർത്താനം പറഞ്ഞാൽ റോട്ടിൽ കൂടെ കപ്പൽ വരും. ഇത് ഉള്ളതാണോടോ? അല്ല. എന്നാൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് ഈ കോലത്തിൽ നീ അവകാശപ്പെടുന്നത് റോഡിലൂടെ കപ്പൽ വരുമെന്ന് പറയുന്നത് പോലെയാണ്. കപ്പൽ കരയിൽ കൂടെയല്ല, പിന്നെയോ ആഴമുള്ള ആഴക്കടലിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ കീറിമുറിച്ചാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്നത് മുത്തഖീങ്ങളാണ്. അതുകൊണ്ട് പണിയെടുക്കാൻ തയ്യാറായിക്കോ. ഓസല്ലാദമിന്റെ പേരിൽ ആടിനെ കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊന്നും ആരും കരുതിയിരിക്കണ്ട. ആടിനെ കൊടുക്കുന്നതിനോടൊപ്പം ഓസല്ലാദം ആരായിരുന്നു മനസ്സിലാക്കുക. 111 പ്രാവശ്യം ഈ റാത്തീബൊക്കെ എല്ലാം ശോഷിച്ചു പോയി. നടത്തണോടത്തിലും ശോഷിച്ചേക്കുവാണ്. വീട്ടുകാരൻ കാക്കായെങ്ങാനും ചെല്ലാൻ വേണ്ടി ഇരുന്നുണ്ടെങ്കിൽ കുടുങ്ങി.
എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലി അള്ളാഹു ആദിരി അള്ളാഹു നാദിരി എന്ന് 11 പ്രാവശ്യം ആകുമ്പോൾ കയ്യലടിക്കും. അപ്പം അടുത്തിരിക്കണ വീട്ടുകാരൻ കാക്ക അല്ല മുല്ലാക്ക ഹോ ഇത് മൗലികിത്താവിനകത്ത് 111 എന്നാണല്ലോ ചോദിക്കണത്. 11 ഉള്ളൂ, അത് അച്ചടി പേശക ചെയ്തോമാക്കാം. ഫലം കിട്ടുമോ പറ? 111 ഒരു 33 ആക്കി കൂടെ ഞാൻ ചോദിക്കുന്നത്. ഫലം കിട്ടുമോ? ഇത് ഓസില്ലാതെ കാണിച്ചെന്ന മര്യാദയാണിതേ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ അഹ്ലു ബൈത്തിനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് ദിക്റില്ലേ, എന്റെ അഹ്ലു ബൈത്തിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ദിക്റില്ലേ, അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ല്. അതാണ് സഹീഹ് മുസ്ലിമിന്റെ ഹദീസാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ അങ്കമാലിന്റെ കൊണ്ടുവന്നൊന്നുമല്ല ഇത്. ഇതാണ് മുഹ്യിദ്ദീൻ റാത്തിബ്. എല്ലാത്തിലും ഇതുപോലെ മായം ചേർന്ന് പോയി, നടക്കൂല. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് പെരുപ്പിച്ചോ, ഒരു സലാത്ത് എല്ലിയാൽ 1000 നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത കൂലി എന്ന് പറഞ്ഞാൽ മൗലിദ് നെയ്യത്താക്കും. മൗലിദ് നെയ്യത്താക്കിയപ്പോ എന്താ അംഗം? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. 10 ആളുണ്ടെങ്കിൽ 5 ആൾ അവിടെയും 5 ആൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയാം. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ഒറ്റ ജവാബും ഇല്ല. സലാത്ത് അവിടെ ഉണ്ടായോ? എന്തിനാ അങ്ങനെ മൗലവി ഒഴിക്കുന്നത്? ഓരോ പിന്നെ ബൈത്തിനും ജവാബ് വേണം, അപ്പോഴാ സലാത്ത് അവിടെ വരുള്ളൂ. ഓരോ ബൈത്തിനും ജവാബ് വേണം. വേണമെങ്കിൽ ഹിക്കായത്ത് അങ്ങോട്ട് മാറ്റി വെച്ചോന്നേ. ഹിക്കായത്തും ബൈത്തും ഒക്കെ ഏറെക്കുറെ സവസഭയാണ് അർത്ഥം കാര്യങ്ങളൊക്കെ. അപ്പൊ ഹിക്കായത്ത് വേണ്ട, ആ ബൈത്ത് മൊത്തം കൂടിയല്ലേ. ഓരോ ബൈത്തിനും ജവാബും കൊടുക്ക്. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. കളിയാക്കുന്നവരും ആക്ഷേപിക്കുന്നവരും നിഷേധിക്കുന്നവരും ഒരു വശത്ത് അങ്ങനെ. ഇത് ചെയ്യേണ്ടത് മര്യാദയ്ക്ക് ചെയ്യാതെ ഇടങ്ങേറാക്കണത് വേറെ ഇങ്ങനെ. ഇതെല്ലാം കൂടെ വന്ന് ഫിത്നയുടെ മുകളിൽ ഫിത്നയായി. അതുകൊണ്ട് ജനങ്ങളെ പള്ളി പെരുവഴിയുടെ ചേർത്താവൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒതു ഇല്ലാണ്ട് അവിടെ കയറി ഇക്കരിച്ചാൽ ശിക്ഷ കിട്ടുള്ളൂ. ഓതോടുകൂടി ഇക്കരിച്ചാൽ ആ പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ഓസില്ലാദം കാണിച്ചെന്ന ശൈലിയിലുള്ള ദിക്റുകളും ചര്യകളും ജീവിതങ്ങളും എല്ലാം പകർത്തി ഓസില്ലാദമിന്റെ അതാ നബിത്തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ. നിങ്ങൾ ദുനിയാവിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നിങ്ങൾ മഹ്ശറയിൽ. ആ നിലയ്ക്ക് ഓസില്ലാദമിനോടൊപ്പം കൂടാൻ നമ്മുടെ ഈ അനുഗ്രഹീതമാകുന്ന അമല് അള്ളാഹു കാരണമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾക്ക് അള്ളാഹു തആല കാണിച്ചെടുത്ത സലാത്തുൻ നാരിയ ഒരു പ്രാവശ്യം നിങ്ങളെ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചെല്ലിയിട്ട് അതിൻ്റെ മിസ്ലു സവാബ്, ആ ചെല്ലിപ്പിക്കുന്നതിൻ്റെ കൂലി എൻ്റെ ആത്മീയ ഗുരുവാണ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ ബിൻ അബ്ദുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എൻ്റെ ഗുരുനാഥൻ കക്കടിപ്പുറം അബ്ദുറഹ്മാൻ ഉസ്താദ് മുഖേനയാണ് ഞാൻ മഹാനായ വലിയുള്ളാഹിയുമായി ഹയാത്ത് കാലത്ത് ബന്ധപ്പെടുന്നത്. എൻ്റെ ഉസ്താദും മൗത്തായി. അള്ളാഹു സുബ്ഹാനഹു വ തആല കക്കടിപ്പുറം കുന്നിലെ പള്ളിയിലെ ഖബർസ്ഥാനിൽ ശ്രമിക്കുന്ന മഹാനാന്റെ ഗുരുവര്യൻ അബ്ദുറഹ്മാൻ ഉസ്താദ് അവർക്കൊക്കെ അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ മൗത്തായി പോയി ബഹുമാനികളെ. ഈ അടുത്ത വർഷം നമ്മുടെ ഗുരുവമ്പല ഉണ്ണിക്കോയ തങ്ങളില്ലേ, ഒരു ഭാഗത്തേക്കും ഒരു സംഘടനാ സങ്കുചിതത്വമില്ലാത്തൊരു വലിയ ബഹുമാനപ്പെട്ട തങ്ങൾ. ധാരാളം പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നവംബർ 2-ാം തീയതി ഉപ്പടെ 40 കേട്ടോ, അന്ന് പരിപാടിയൊന്നും ഏക്കരുത്, 40-ന് ഉസ്താദ് വരണം. പഠിച്ചവനെ ഗുരുവമ്പലത്ത് തൻ്റെ സ്വന്തം സ്ഥലത്ത് പള്ളിയോട് ചേർന്ന് സ്വന്തം സ്ഥലത്താണ് വിശ്രമിക്കുന്ന മഹാനായ ഉണ്ണിക്കോയ തങ്ങളവരുടെ ദർജ അല്ലാഹു നീ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. അങ്ങനെ നമ്മുടെ സാദാത്യങ്ങളൊക്കെ പലരും പോയി, നമ്മുടെ ഉലമാക്കളൊക്കെ പലരും പോയി, നമ്മുടെ കാരണന്മാരൊക്കെ പലരും പോയി. അവരുടെയൊക്കെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സലാത്തുൻ നാരിയ ഞാനീ പറഞ്ഞത്, അത് ഈ സലാത്തുൻ നാരിയ ഞാൻ ഏത് സദസ്സിനെ കൊണ്ടും ഒന്ന് ചെല്ലിപ്പിച്ചിട്ട് അതിൻ്റെ കൂലി കക്കടിപ്പുറം വലിയുള്ളാക്ക് ഹദിയ ചെയ്തിട്ടാണ് ഞാൻ ഏത് സദസ്സും പിരിയുള്ളൂ. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നോടൊപ്പം ഒരു സലാത്ത് ചൊല്ലി അതിൻ്റെ മിസ്ലുവാവ് മഹാനവറുകൾക്ക് ഹദിയ ചെയ്ത് ഒരു കൊച്ചു ദുആ, വലിയ ദുആയും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ പിന്നീട് വരും. അല്ലേ, പരിപാടി തീർന്നിട്ടില്ല, ഈ പരിപാടിയാണ്. അപ്പോൾ നാളെയൊക്കെ ഒരു ചെറിയൊരു ദുആ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഞാൻ ഈ വർത്താനം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ശബ്ദമൊക്കെ കൂടിയിട്ടുണ്ടെന്ന് മനഃപൂർവ്വമല്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ അഹ്മറത്ത് ഐനാഹു അലാ സൗതഹു വസ്തദ വലബഹു ഹത്താ കഅന്നഹു മുൻദുറു ജയ്ഷിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ശൈലി സഹാബാക്കൾ പഠിപ്പിച്ചു തരികയാണ്. ഭയങ്കര സൗണ്ടായിരിക്കും ചില സമയത്ത്, കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്നു വരും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും.
തങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളെ നോക്കിയാൽ ഒരു വലിയ പട്ടാള വ്യൂഹത്തെ നിയന്ത്രിക്കുന്ന സൈന്യാധിപനെ പോലെ തോന്നുമായിരുന്നു എന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞപ്പോൾ ഒച്ച കൂടിയാന്ന് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടല്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്നോട് അതെല്ലാം ക്ഷമിക്കണം, പൊരുത്തപ്പെടണം, മാപ്പാക്കണം. ഞാനിവിടെ ചെയ്ത പണി ചെറിയ പണിയല്ല. അള്ളാഹിന്റെ ഔലിയാക്കന്മാർ ചെയ്യണ പണിയാണ് ഞാനിവിടെ ചെയ്തത്. സയ്യിദ് അലവി തങ്ങൾ ചെയ്യണ പണി, CM വലിയുള്ള ചെയ്യണ പണി, കക്കടിപ്പുറം വലിയുള്ള ചെയ്യണ പണി, തെക്ക് ഏതാന്ന് ചോദിച്ചാൽ വടക്കോട്ട് ചൂണ്ടുന്ന വിവരമില്ലാത്ത ഞാൻ നടത്തിയപ്പോൾ ന്യൂനതകളും പോരായ്മകളും ഉണ്ടാവും. അങ്ങനെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും റബ്ബേ ഈ പാവിക്കും അതിന് സാക്ഷികളായ നിന്റെ അടിയാറുകൾക്കും ഈ മജ്ലിസിൽ വെച്ച് തന്നെ അള്ളാഹുവേ നീ മാപ്പ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം ഒരു കളവനാണ്. മരിച്ചു എന്ന് കേട്ടാൽ ഈ പാവിക്ക് വേണ്ടി നിങ്ങളിവിടെ ജനാസംസ്കരിക്കണമെന്നും എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് എൻ്റെ പെങ്ങന്മാരോടും അല്ലേ. നിങ്ങൾക്ക് നിസ്കരിക്കാൻ അവസരമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, പഠിച്ചവനെ ഒരു വിവരമില്ലാത്തവനാണെങ്കിലും ഞങ്ങളുടെ ഓസുല്ലാദമിൻ്റെ ആണ്ടി ഞങ്ങളുടെ സ്റ്റേജിൽ വന്ന് കുറേ നേരം ഇങ്ങനെ അവിടെ നിന്നുണ്ട് ഏതാണ്ട് വളവളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണല്ലോ ഇപ്പോൾ എല്ലാവരും കൂടി മണ്ണിൻ്റെ അടിയിലാക്കി എന്നാണല്ലോ കേൾക്കുന്നത്. പുറത്തു കൊടുക്കണേ റബ്ബേ എന്നൊരു ദുആ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളും ആരെങ്കിലും മൗത്തായ വിവരം എനിക്ക് കിട്ടിയാൽ, അങ്ങനെയാണ് ഞാൻ ഇഷ്ടം പോലെ ആളുകൾക്ക് പിന്നെ പേപ്പറിൽ വാർത്ത കണ്ടിട്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. എന്നോട് ഒരു മക്കളും വിളിച്ച് പറയാറൊന്നുമില്ല. ഇപ്പം ഇപ്പം അമിതാജി ഉണ്ടില്ലേ, എത്രയോ ബന്ധമായി അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വിഷമിക്കുക നമ്മളറിയും. അപ്പം അങ്കമാലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ പുറകിലൊരു 10,000-2000 ചില്ലാൻ ആളുകൾ വെള്ളിയാഴ്ച കൈകെട്ടാൻ വരും. ഞാൻ അവരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിപ്പിക്കാം, നിങ്ങൾക്ക് വേണ്ടി ദ്വാരപ്പിക്കാമെന്ന് ഞാനും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മക്കളോ കുടുംബക്കാരോ ഒന്നും അപേക്ഷ കൊടുക്കാതെ തന്നെ നമുക്ക് വേണ്ടി ഇമാമിയങ്ങൾ സ്വയം ജനങ്ങളോട് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മുടെ ജീവിതം ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ കൂട്ടത്തിലൊന്നും ചെല്ല കേട്ടോ.